അച്ഛനൊരു ഡാഷാണ്. ഇത് 2 സിനിമകൾക്ക് മുൻപ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ സിനിമയാണ്. അന്ന് കുറെ ഈ വാഴ പോലുള്ള സിനിമ അച്ഛന്മാർ പുള്ളി തന്നെ പറഞ്ഞു ഡയലോഗ്സ് അല്ല, നമ്മള് വിഷയമാണ് ചർച്ച വീണ്ടും ഡയലോഗ് ഇല്ലാത്തൊരു കാലത്തിലേക്ക് ഞാൻ വീണ്ടും ഇന്നത്തെ വെള്ളിയാഴ്ച ആരുടെ മാർക്കറ്റാണോ അയാളുടെ പുറകിലാണ്. എനിക്ക് തോന്നുന്നില്ല ഈ സമയത്ത് കാറിൽ ക്യാമറ വെച്ചിട്ട് നമ്മൾ പുറകിൽ ഓടണം, അറസ്റ്റിലാവും ആക്ച്വലി. നമ്മൾ ആ സമയത്ത് ഓടി അതൊക്കെ ഷൂട്ട് ചെയ്ത് പലതും കാണാതെ ഷൂട്ട് ചെയ്യും, നമുക്ക് പെർമിഷൻ ഇല്ല. സ്കൂളിൽ മാങ്ങ, പുളി, പേരയ്ക്ക, മുളക് പൊടി തേച്ച് ഇതൊക്കെയാണ് അന്നത്തെ സ്കൂളിൽ ഇതെന്ന് പറയുന്നത്. വെള്ളം വരുന്നു ഇങ്ങനെ ചുളിഞ്ഞു ഉപയോഗിച്ചിട്ടാണോ സിനിമ വരുന്നത്? ഭയങ്കര മോശമാണ്. ഒരു നല്ല ജുബ ഒന്ന് അയൺ ചെയ്തിട്ടെങ്കിലും ഇട്ടുകൂടായിരുന്നു എന്ന് വെച്ചാൽ വരുമ്പോൾ നന്നായിട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഉപദേശിച്ചിരുന്നു. അന്ന് ഞാൻ ആ സിനിമയിൽ നായകനായി, പുള്ളി പുറത്ത്. ഹലോ നമസ്കാരം, എൻ്റെ പേര് പാർവതി മധു. വെൽക്കം ടു CP ടോക്സ്. നമ്മുടെ കൂടെ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വളരെ സ്പെഷ്യൽ ഗസ്റ്റാണ്. മിമിക്രിയിൽ നിന്നും മിമിക്സ് ആക്ഷൻ 500 എന്ന മൂവിയിലേക്ക് കയറി ഇപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് വെബ് മൂവിയായ അറ്റ് എന്ന മൂവിയിലെ ഒരു ലീഡ് ക്യാരക്ടർ ചെയ്ത ഷാജു ശ്രീധർ. വെൽക്കം സർ. എങ്ങനെ പോകുന്നു അറ്റിൻ്റെ വിശേഷങ്ങൾ? അറ്റ് സെക്കൻഡ് വീക്കായി. ഓക്കെ. ആക്ച്വലി നമ്മൾ യൂത്തിന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ആണ് കൂടുതലായിട്ട് ഈ സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. ഡോൺ മാക്സ് ഡയറക്റ്റ് ചെയ്യുന്ന മാക്സിമം അത് അങ്ങനെയുള്ളൊരു വൈബുള്ള, അത്യാവശ്യം വയലൻസ് ഉള്ള, യുവാക്കൾക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്ന ഒരു വിഷയമായിരുന്നു ചർച്ച. സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ കണക്ട് ആയത്, ഇമോഷണലി കണക്ട് ആയത് ഫാമിലിക്കാണ്. കാരണം ഇത് പെൺകുട്ടികളുള്ള ഓരോ അച്ഛന്മാരും അല്ലെങ്കിൽ ഓരോ പാരൻസും കാണേണ്ട ഒരു സിനിമയായിട്ട് ആ സിനിമ പുറത്തു വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്കറിയാവുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ വിളിച്ചത് ഫാമിലി ആയിരുന്നു. അപ്പോൾ അവർ ഇതുപോലൊരു നല്ല സിനിമ വന്നിട്ട് നമുക്ക് എന്തുകൊണ്ട് ഇതിനകത്ത് അത്രമാത്രം ക്രൗഡില്ല അല്ലെങ്കിൽ കാണാൻ ആളുകൾ കുറവുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായതെന്ന് ചോദിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കണ്ട ആരും ഇന്നൊരു മോശം റിവ്യൂയോ മോശം അഭിപ്രായമോ പറഞ്ഞിട്ടില്ല. അതാണ് ഒരു സിനിമയുടെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് പേര് സിനിമയെ ക്രിട്ടിസൈസ് ചെയ്യും, അല്ലെങ്കിൽ കുറേ പേര് നന്നായി പറയും. അങ്ങനെ ഒരു മിക്സഡ് വിഷയമല്ലാതെ കാണുന്നവർക്കെല്ലാം വർക്കാവുന്ന, കാണുന്നവർക്കെല്ലാം കണക്റ്റ് ആവുന്ന, നമ്മൾ പറയാൻ ഉദ്ദേശിച്ച വിഷയം അവരിലേക്ക് എത്തി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു കണക്ഷൻ ഉണ്ടായി എന്നുള്ളതിൻ്റെ ഒരു സക്സസ് ആണ്. അതെ, ഗ്രേറ്റ് ഗ്രേറ്റ്. അപ്പം ഈ റെസ്പോൺസ് എങ്ങനെയായിരുന്നു ആൾക്കാരുടെ? എങ്ങനത്തെ ഒരു ഇപ്പോൾ പറഞ്ഞു ഫാമിലീസാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്, കൂടുതലും യൂത്തിനെ വെച്ചിട്ടാണ്. പക്ഷേ ഇപ്പോൾ കൂടുതൽ കണക്ട് ആയിരിക്കുന്നത് ഫാമിലീസാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് വന്നത്? അതായത് ഡാർക്ക് വെബ്സ് എന്ന് പറയുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി, ഡാർക്ക് റൂംസ്, റെഡ് റൂംസ് എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അത് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ ഇതിനകത്ത് ഡോൺ മാക്സ് സംവിധാനം ചെയ്യുന്ന ഒരു രീതി അനുസരിച്ച് ഇതിൻ്റെ ഓരോ പാർട്ടും നമ്മൾക്ക് വ്യക്തമായി മനസ്സിലാവുന്ന രീതിയിലാണ്. അപ്പോൾ കാണുന്നൊരു പാരൻറ്റ് ചിന്തിക്കുന്നത് ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു ലോകം, ഇതായിരിക്കാം. ഒരുപക്ഷെ എൻ്റെ മക്കളും ഇതുപോലെ ഇതിനകത്തേക്ക് പെടാതിരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവാം, വാർണിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കഥ പറയുമ്പോൾ കഥ ആസ് യൂഷ്വൽ കഥ പറയുന്നു, ഒരു സാധാരണ സിനിമയുടെ കഥ പോലെയാണ് കഥ പറയുന്നത്. പക്ഷെ ഇതിനകത്ത് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന വിഷയം ഡാർക്ക് വെബാണ്. അപ്പോൾ അതെന്താണെന്ന് പുതിയൊരു വിഷയമാണ് ക്യൂരിയോസിറ്റി. അതിനിടയിൽ ഒരു അച്ഛൻ്റെ മകളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വിഷയം വരുമ്പോൾ ഏതൊരാൾക്കും ക്ലൈമാക്സിൽ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും. മലയാളത്തിലൊരു വലിയ റൈറ്ററും വൈഫും കഴിഞ്ഞ ദിവസം എന്നോട് കണ്ടിട്ട് അവർ ഒരുപാട് കരഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരു പാരന്റിന് കണക്ട് ആവണമെങ്കിൽ ഏതോ ഒരു ലോകം, നമ്മളൊന്നും അറിയാത്തൊരു ലോകത്ത് ഒരു കുട്ടികൾ ചെന്ന് പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക, ഏത് പാരന്റിനും പിന്നീട് അറിയണത് ഇങ്ങനെ ഒരു ലോകം ഉണ്ടെന്ന്. ഇപ്പോൾ ഒരുപാട് കേസസ്, ഇപ്പോൾ നന്ദൻകോട് പല കേസുകളിൽ ഈ ഡാർക്ക് വെബിൻ്റെ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ പറയാൻ ശ്രമിച്ച് വളരെ ചെറിയൊരു വിഷയമായിട്ടാണ്. ഇതെങ്ങനെ ആളുകൾക്ക് എത്തുമെന്ന് അറിയില്ലായിരുന്നു, പക്ഷെ പൂർണ്ണമായിട്ട് ആളുകളിലേക്ക് എത്തി എന്നുള്ളതാണ്. കണ്ടവർക്കെല്ലാം നല്ല അഭിപ്രായം വരുന്നൊരു സിനിമയുടെ ഭാഗമായി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലസ് ആണ്. മലയാളത്തിൻ്റെ മാസ് എഡിറ്റർ എന്ന് വിശേഷിക്കപ്പെടുന്ന ഡോൺ മാക്സ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ്. സോ ഈ മൂവി ഓക്കെ പറയാനായിട്ട് അതൊരു വലിയ ഫാക്ടറായിരുന്നു? ഇല്ല, ആക്ച്വലി ഡോൺ മാക്സ് എന്ന് പറയുന്ന ഒരു എഡിറ്ററെ ഞാൻ
കണ്ടിട്ടില്ല. ഓക്കെ. ഡോൺ മാക്സ് എന്ന് പറയുന്ന അത് ഒരു ടീമാണോ, ഒരാളാണോ, ഒരു വ്യക്തിയാണോ, അങ്ങനെയൊന്നും എനിക്കറിയില്ല. പക്ഷെ പിന്നീട് എനിക്ക് ഡോൺ മാക്സിനെ കുറിച്ച് വ്യക്തമായിട്ട് ഇങ്ങനെ ഒരാളെ കുറിച്ച് അറിയുകയും, ആളെ കണ്ടിട്ടില്ല. പുള്ളി എവിടെയും അങ്ങനെ പിക്ചറിലൊന്നും അങ്ങനെ വരാറില്ല. അദ്ദേഹം ചെയ്ത സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റായ സിനിമകളാണ്. അപ്പം അദ്ദേഹം എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതെന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അവാർഡാണ്. അങ്ങനെ അദ്ദേഹം ഞാനുമായിട്ട് സംസാരിക്കുകയും ഈ കഥ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ അതെങ്ങനെ വർക്കാവും എനിക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഒന്നുമില്ല. പക്ഷെ പുള്ളി പറഞ്ഞു എനിക്കൊരു അച്ഛൻ ക്യാരക്ടറിനെയാണ് ആവശ്യം. ആ ക്യാരക്ടർ അത് നമുക്ക് ചെയ്യാം എങ്ങനെയായാലും. അതിപ്പോൾ ഒരു പ്രൊഡ്യൂസർ നമുക്ക് ഉടനെ തന്നെ വരികയായിരിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അന്ന് തുടങ്ങിയ ഒരു യാത്ര. പ്രൊഡ്യൂസറായില്ല, പിന്നെ ഞങ്ങൾ മൂവ് ചെയ്തു, പ്രൊഡ്യൂസറായി, സിനിമ സ്റ്റാർട്ട് ചെയ്തു. ചെറിയ ബഡ്ജറ്റിന് ചിന്തിച്ചു. നമ്മൾ കുറച്ചുകൂടെ വലുതായ സിനിമ. ഇപ്പോൾ സിനിമ ഇറങ്ങുന്ന സമയത്ത് പൂർണ്ണമായിട്ട് വലിയൊരു സിനിമയായിട്ടാണ് ഇറങ്ങുന്നത്. ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും ഡോൺ മാക്സിൻ്റെ കൈകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ മ്യൂസിക് റീ റെക്കോർഡിംഗ് ആയിക്കോട്ടെ, പാട്ടുകളല്ലാതെ റീ റെക്കോർഡിംഗ് ആയിക്കോട്ടെ, ഡയറക്ഷൻ, എഡിറ്റിംഗ് എന്ന് പറയുന്ന സെക്ഷൻ, ഈവൻ കോസ്റ്റ്യൂംസ് വരെ. ഞാനിടുന്ന ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാകും. ഒരു സാധാ പാൻറ് ഷർട്ട് ഇട്ട് വന്ന് ഒരു ഫാദറിൻ്റെ ആണ്. പിന്നെ ഒരു 2-3 ചേഞ്ചസ് എല്ലാവർക്കും അത്രയേ ഉള്ളൂ. ആ ഒരു ചേഞ്ചസ് അത്ര വളരെ കുറച്ച് കോസ്റ്റ്യൂംസ് ആണ്. പക്ഷെ ആ ഒരു കോസ്റ്റ്യൂം പോലെ അദ്ദേഹം ബാംഗ്ലൂർ പോയി ചെയ്ത് എനിക്കൊരു കന്നഡയുണ്ട്. ആ കന്നഡ പോലെ എല്ലാ സ്ഥലത്തും പുള്ളിക്ക് അതിനൊക്കെ അസിസ്റ്റ് ചെയ്യാനുള്ള ആൾക്കാരെ വയ്ക്കുക എന്നല്ലാതെ ബാക്കിയെല്ലാം ചെയ്ത പുള്ളിയാണ് എല്ലാ മേഖലയിലും. രവിചന്ദ്രനാണ് ക്യാമറ ചെയ്തത്. അദ്ദേഹം ഒരുപാട് സിനിമകൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ചെയ്ത ഏറ്റവും നല്ല വർക്കായിരിക്കും ഒരു പക്ഷേ ഇത്. പിന്നെ റാപ്റ്റർ എന്ന് പറയുന്ന ഒരു ക്യാമറ ലണ്ടനിൽ നിന്ന് ആ സമയത്ത് വരുന്നുണ്ടായിരുന്നു. ആ ക്യാമറ യൂസ് ചെയ്യാനും അത് തന്നെ വേണമെന്ന് നമ്മൾ നിർബന്ധം പിടിച്ചു. കാരണം നമുക്ക് ആർട്ടിസ്റ്റുകളില്ല, നമുക്ക് ആകെ ഉള്ളത് നമ്മുടെ പിടിയിലൊതുങ്ങുന്ന ഞാൻ. ആ പുതിയ ഹീറോ ആണ് ആകാശ്, പിന്നെ ചരൺജിത്ത്, പിന്നെ റൈച്ചൽ, അങ്ങനെ ഒരു ഗ്യാങ്. അപ്പോൾ അതിനൊന്നും വലിയ ഇതില്ല. പക്ഷേ ഈ റാപ്റ്റർ എന്ന് പറഞ്ഞ ക്യാമറ ഒരു സ്റ്റാറായിരുന്നു അതിനകത്ത്. അതിൽ യൂസ് ചെയ്തുകൊണ്ട് അതിനകത്തുള്ള ഒരുപാട് ഏരിയകൾ അതിനകത്തേക്ക് ഉൾപ്പെടുത്താനും ബ്യൂട്ടിഫുള്ളായിട്ട് വിഷ്വലൈസ് ചെയ്യാനും പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ നന്നായി വിഷ്വലൈസ് ചെയ്ത് നന്നായിട്ട് വർക്ക് ചെയ്ത്. പിന്നെ ഒരു പ്രധാന കാര്യം, സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമില്ല. ഒരു വൺ ലൈൻ വെച്ചുകൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ കൺവേ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഡയലോഗ് ഇല്ല പടത്തിൽ. വളരെ കുറച്ച് ഡയലോഗ്സ് ഉള്ളൂ. വളരെ കുറച്ച് കാര്യങ്ങൾ പറയുകയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നറേഷനിലൂടെയും വിഷ്വലിലൂടെയും എഡിറ്റിങ്ങിലൂടെയും പറയാൻ ശ്രമിക്കുകയും ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അത് നോർമൽ ഒരു ഡയറക്ഷൻ രീതിയിലൂടെ ഒരു ആക്ടറായി ചെയ്തിട്ടുള്ള ഒരു ആളാണ് ഷാജേട്ടൻ. അപ്പം ഇങ്ങനത്തെ ഒരു ഡയറക്ഷൻ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നോ? എനിക്ക് ചാലഞ്ചായിരുന്നു. കാരണം ഞാനിപ്പോൾ ചെയ്ത സിനിമകളെല്ലാം ഒരു കാലത്ത് മുഴുവൻ മ്യൂക്രി സിനിമകളായിരുന്നു. കുത്തുമ്പിയും പൂവാലന്മാരും, റോമൻസ്, പുലിവാൽ കല്യാണം, അങ്ങനെയുള്ള സിനിമകളും കോമഡി വേഷങ്ങളും അച്ഛൻ ജഗദീച്ചേട്ടൻ്റെ കൂടെയും അല്ലെങ്കിൽ ബാക്കി കൂടി കാണിച്ചേട്ടൻ്റെ കൂടെയും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നീട് കുറച്ചുകൂടെ അടുത്ത സീരിയസിലേക്ക് പോകുന്നത് വെച്ചാൽ അഞ്ചാം പാതിരയും അങ്ങനെയുള്ള സിനിമകളാണ്. പക്ഷേ എനിക്ക് ഇതൊരു വലിയ ടാസ്ക്കാണ്. ആസ് എ ഹീറോയുടെ ഈക്വലായിട്ട് പോകുന്നൊരു ക്യാരക്ടർ. അപ്പോൾ ആ ക്യാരക്ടറിനെ എനിക്ക് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ഉത്തരവാദിത്വം പകുതിയിൽ കൂടുതൽ എനിക്കാണ്. എൻ്റെ കൂടെ നിൽക്കുന്ന ആകാശ് എന്ന് പറയുന്ന ഹീറോ, അയാൾ ആ പടത്തിൽ അസലായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഡോൺ മാക്സിൻ്റെ ഒരു കൈകളിലൂടെയാണ് അദ്ദേഹവും ഞാനും ഒക്കെ പോകുന്നത്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഉത്തരവാദിത്വം കൂടുതലായിരിക്കും. കാരണം ഞാൻ മറ്റുള്ളവർ അറിയുന്ന ഒരു ആർട്ടിസ്റ്റാണ് കൂടുതലായിട്ട്. അപ്പോൾ എന്നിൽ നിന്നും എന്താണ് പുതിയതെന്ന് ചിന്തിക്കുള്ളൂ. പുതിയൊരാളിൽ നിന്നും കിട്ടുന്നത് നല്ലതാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും. ബെഞ്ച് മാർക്ക് ഉണ്ടാവും. അപ്പോൾ എനിക്ക് ആ ഒരു അതുപോലും എനിക്കില്ല. എനിക്കെൻ്റെ വലിയ ടാസ്ക്കാണ്. അപ്പോൾ ആ റിസ്ക് ഏറ്റെടുക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഒരു ചേഞ്ച് ഉണ്ട്. അപ്പോൾ അത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ളൊരു പേടിയുണ്ടാവും. എസ്പെഷ്യലി ഈ സ്ക്രിപ്റ്റ് എന്നുള്ള സംഭവം ഇല്ലാതെ ഇതിന് ഓക്കെ പറയുമ്പോൾ വാട്ട് വാസ് ദ കോൺഫിഡൻസ് യു ഹാഡ്? എന്ത് ഫാക്ടർ ആയിരുന്നു കോൺഫിഡൻസ്? ഫാക്ടർ ഡോൺ മാക്സ് ആണ്. ഡോൺ മാക്സിന്റെ മനസ്സിൽ ഒരു സിനിമയുണ്ട്. അത് ആ സിനിമയുടെ വൺ ലൈനിൽ ഒറ്റ വിഷയത്തിൽ പറഞ്ഞു, ഇങ്ങനൊരു അച്ഛനുണ്ടെന്നും ഇങ്ങനൊരു മകളുണ്ടെന്നും ഈ മകനെ തേടിയുള്ള ഒരു യാത്രയാണെന്നും വിഷയങ്ങൾ ഇങ്ങനെ ആവുമെന്ന് ഈ പറയുന്ന ഒരു ഡാർക്ക് വെബ്സൈറ്റുകൾക്കകത്തൂടെയാണ് ഈ കഥ പറഞ്ഞു പോകുന്നു അറിയാം. അതിനകത്ത് എൻ്റെ മനസ്സിൽ നറേറ്റ് ചെയ്ത ഒരു സ്റ്റോറി എന്ന് പറയുന്ന അച്ഛനും മകളും മകളുടെ കാമുകനും ആ വിഷയങ്ങളും വെച്ചുകൊണ്ടുള്ള ഒരു അച്ഛൻ്റെ ഇമോഷൻസ് പ്ലസ് അയാളുടെ വയലൻസ് ഉണ്ട്. 2 സെക്ഷനുണ്ട്. അപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു മൂഡ് എന്താണ്, ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചു. പക്ഷേ ആ സിനിമ ട്രാവൽ ചെയ്യുന്ന രീതിയിൽ ബാക്കിയുള്ളതെല്ലാം അതിനകത്ത് ആഡ് ചെയ്യുന്ന എല്ലാ തലയും ഡോൺ മാക്സിൻ്റെ. അതായത് ഡോൺ മാക്സിന് അറിയാം അന്ന്
ഇത് ഷൂട്ട് ചെയ്തത് 3 വർഷം മുമ്പാണ്. 3 വർഷം മുമ്പ് അതിന് ശേഷം റിലീസ് ചെയ്ത സിനിമയാണ് ആനിമൽ എന്ന് പറയുന്ന സിനിമ, അതുപോലെ മാർക്കോ എന്ന് പറയുന്ന സിനിമ. അതിനകത്ത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞപ്പോൾ അതിനകത്ത് 1-2 സീൻസിൽ മാർക്കോലെ യൂസ് ചെയ്തിട്ടുണ്ട്, ആനിമലിലെ യൂസ് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. ഇത് 2 സിനിമകൾക്ക് മുൻപ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ സിനിമയാണ്. അന്ന് ഡോൺ മാക്സ് അന്ന് മനസ്സിൽ കണ്ട അതാണ്. നിങ്ങളത് അവരെ അനുകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ചിരിച്ചുപോയി. കാരണം വെച്ചാൽ അദ്ദേഹം നേരത്തെ കണ്ടാണ്. പിന്നെ ഒരു ഇന്നോവയ്ക്കകത്ത് മാത്രം ഒരു ഫൈറ്റ് കമ്പോസ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കോസ്റ്റ്യൂം സെക്ഷൻ ആയിക്കോട്ടെ, ആർട്ട് സെക്ഷൻ ആയിക്കോട്ടെ, എല്ലാം പുള്ളിയുടെ കൈകളിലൂടെ എന്ന് പറയാൻ കാരണം ഈ ഒരു സെക്ഷനും കൂടെയുണ്ട്. കണ്ണൻ മാസ്റ്ററാണ്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് മാസ്റ്ററാണ്, ഫൈറ്റ് മാസ്റ്റർ. അദ്ദേഹം ഒരു ദിവസം കൊണ്ട് തീർത്തു പോയ ഒരു ഫൈറ്റാണ് ഈ സിനിമയിലുള്ള ക്ലൈമാക്സ് ഫൈറ്റൊക്കെ. അത്രയും സമയം ഒരുപാട് ഫൈറ്റ് ഉണ്ട്. അതെല്ലാം ഒരു നിശ്ചിത സമയത്തിനകത്ത് അദ്ദേഹം ചെയ്തു പോയതാണ്. ആ ഒരു 1-1.5 ദിവസം കൊണ്ട് ചെയ്തു പോയതാണ്. അതിനകത്ത് അദ്ദേഹം പോയതിനു ശേഷവും ഒരു ഇന്നോവയ്ക്കകത്തൊരു ഫൈറ്റുണ്ട്, ഒറ്റ ഇന്നോവയ്ക്കകത്തൊരു ഫൈറ്റ്. അപ്പോൾ ആ ഒരു ഫൈറ്റ് പിന്നെ അതും ഈ പറയുന്ന 3 വർഷം മുമ്പ് ഷൂട്ട് ചെയ്യണം. അന്നൊന്നും ഈ ചിന്തയാരും വന്നിട്ടില്ല. ആ ഇന്നോവയ്ക്കകത്ത് ഉള്ള ഫൈറ്റ് കമ്പോസ് ചെയ്ത് ഡോൺ മാക്സ് ആണ്. അപ്പോൾ ഒരു സംവിധായകൻ ചിന്തിച്ച് 3 വർഷം മുമ്പ് ചെയ്തതാണ്. അപ്പോൾ ഈ സിനിമകൾ വരുമ്പോൾ അയ്യോ ആ സിനിമയിൽ അങ്ങനെയാണ്, മാർക്കോയിൽ അങ്ങനെയാണ്, ആനിമൽ അങ്ങനെയാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അത്ഭുതപ്പെടും. കാരണം ഞങ്ങൾ ഒന്നുമല്ലാത്ത ചെറിയൊരു സിനിമയ്ക്കകത്ത് അന്ന് ഞങ്ങൾ ചിന്തിച്ച രീതികളായിരുന്നു. പിന്നെ നമ്മൾ ഡയലോഗ് ഇല്ലാതെ എങ്ങനെ ഒരു കാര്യം കൺവേ ചെയ്യുക എന്നുള്ള ഒരു റിസ്ക് ഭയങ്കരമായിരുന്നു. അത് ചെയ്ത് സിനിമ ഇറങ്ങിയപ്പോൾ പറഞ്ഞു വല്ലാതെ മനസ്സിനെ തൊട്ടു എന്ന് പറയുമ്പോൾ, അപ്പം നമ്മൾ എവിടെയോ നമ്മളിൽ ഒരു ആക്ടറിൻ്റെ ഒരു ഇതുണ്ടെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞൊരു നിമിഷമാണ്. കാരണം നമ്മളത് ചെയ്തത് കറക്റ്റായിട്ട് വർക്കായി എന്നുള്ളതിൻ്റെ സംഭവമാണ്. അപ്പം അങ്ങനെയാണ് എനിക്കുണ്ടായിരുന്നൊരു പ്ലസ് എന്ന് പറയുന്നത് ആ സിനിമയ്ക്ക്. ഇതുപോലെ ഈ ആക്ടർ എന്നിലുണ്ട് അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് എവിടെയോ കിട്ടിയ വേറെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടോ ലൈഫ് ലോങ് ഇതുവരെ ചെയ്തിരിക്കുന്നതിന് മുമ്പ് ചെയ്തതിൽ എനിക്ക് വന്നത് ഇപ്പോൾ അയ്യപ്പന ഘോഷം നമുക്കറിയാവുന്ന ഒരു വിഷയം എനിക്ക് ആകെ ഒരു സീനേ ഉള്ളൂ പെർഫോം ചെയ്യാൻ. ഒരു ഫോൺ നോക്കുന്ന ഒരു സീക്വൻസ് എനിക്കുള്ളൂ. ആ ഒരു സീനിൽ എനിക്ക് പെർഫോം ചെയ്യണം. ആ ഒരു സീനിൽ ഞാൻ എൻ്റെ സിഗ്നേച്ചർ ഇടണം. അതാണ് എൻ്റെ ടാർഗറ്റ്. 5-ാം പാതിര എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ആക്ച്വലി സോളം എന്ന് പറയുന്ന ഡെഡ് ബോഡി കാണുന്ന ഒരു സീക്വൻസിലാണ് എനിക്ക് പെർഫോം ചെയ്യാനുള്ളത്. ബാക്കിയുള്ളവരെല്ലാം എൻ്റെ മിസ്സിങ്ങും കഥയുടെ ആ ഒരു ഭീകരത കൊണ്ടാണ് നമ്മളാകുന്നത്. പക്ഷെ അതിനകത്ത് ഇപ്പോഴും ആൾക്കാർ പറയുമ്പോൾ 5-ാം പാതിരയിലെ ഷാജു ശ്രീധർ അങ്ങനെ പറയും. അതിനകത്ത് ഒന്നുമില്ല, ആക്ച്വലി അത്രയേ ഉള്ളൂ. പക്ഷെ എന്നെ അവിടുന്ന് ഞാൻ മിസ്സാവുന്ന അവിടെ നിന്നാണ് കഥയുടെ ഒരു ഭീകരതയിലേക്ക് മാറുന്നത്. സോളം ഒരു പെട്ടെന്ന് ഒരാളെ സ്കൂട്ടറിൽ നിന്ന് മിസ്സാവുന്നത്. അപ്പോൾ അത് ഒരു സീനിൽ വരുമ്പോൾ അതും ഈ പറയുന്ന രീതിയിൽ പ്രധാനം എന്ന് പറയുന്ന ആ ഒരു സീനിൽ നമ്മൾ എവിടെയും ഒരു പഴുത് കൊടുക്കാതെ ചെയ്യണമെന്നുള്ളത്. രേഖാചിത്രം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു പോലീസുകാരനാണ് വേഷമെങ്കിലും നടന്നു വരുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഒരു സീനേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സീനിൽ എന്ത് ചെയ്യാന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാനൊരു വലിയ ചലഞ്ചാണ്. അപ്പോൾ നമുക്ക് എന്നെ പോലെയുള്ള എത്രയോ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും. അവർക്കൊക്കെ ചലഞ്ച് എന്ന് പറയുന്നത് കിട്ടുന്ന ഒരു സീൻ എങ്ങനെ വർക്ക് ചെയ്യാന്നുള്ളതാണ്. എനിക്ക് ഒരുപാട് സീനുകൾ നിറച്ച് ഇമോഷണലി വയലൻസ് ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, മകളോടുള്ള ഇഷ്ടമുണ്ട്. എനിക്ക് എന്താ പറയുക ബാക്കിയുള്ള ഫൈറ്റിൻ്റെ സീക്വൻസിലായാലും ഞാൻ സൈലൻ്റാണ്. ബാക്കി എന്ത് ചെയ്യുമ്പോഴും എനിക്ക് എക്സ്പ്രഷൻസ് കൂടുതൽ ചെയ്യാൻ പറ്റും. ഒരളവിന് മുകളിൽ പോകാൻ ഇത്രയും വലിയ ടാസ്ക് വരുന്ന സമയത്ത് അതും നമ്മൾ മാനേജ് ചെയ്യണം. അതിൽ ഓവറാവാൻ പാടില്ല. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ ആവാനുള്ള ടാസ്ക്കാണ് എനിക്കുള്ളത്. ഞാൻ ആർട്ടിസ്റ്റ് ആവാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ആ ഏരിയയെല്ലാം ഞാൻ സേഫാക്കി കൊണ്ടുപോയെങ്കിൽ മാത്രമേ എനിക്ക് നല്ല വേഷങ്ങൾ തേടി വരും. അങ്ങനെ ഒരു സിനിമയായിരുന്നു ഗുമസ്താൻ. ഗുമസ്താനിലൊരു പോലീസുകാരൻ സാധാരണ പറയുന്ന ശിവരാമൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരുണ്ട്. ആ പോലീസുകാരൻ ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുകയും ഞാൻ ചെയ്തതിനെ ഇതാവുകയും ചെയ്തതാണ്. അതിനും മുകളിലാണ് ഈ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ജോണറാണ്. അതൊരു നാട്ടിൻപുറത്ത് സാധാരണ ഒരു പോലീസുകാരനും ഇതൊരു പാവപ്പെട്ട അച്ഛനാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇപ്പം ചേട്ടൻ ഡയലോഗ്സ് ഉള്ള ക്യാരക്ടേഴ്സും ചെയ്തിട്ടുണ്ട്, ഡയലോഗ്സ് ഇതുപോലെ കുറവുള്ള ക്യാരക്ടേഴ്സും ചെയ്തിട്ടുണ്ട്. വിച്ച് വൺ ഡു യു ലൈക്ക് ടു ഡു ദ മോസ്റ്റ്? ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ് ഓബ്വിയസ്ലി ഡയലോഗ് ഇല്ലാത്ത പോർഷൻസ് ആയിരിക്കും, പക്ഷെ കുറച്ചുകൂടി ചേട്ടന് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ ആഗ്രഹമുള്ളത് ഏതാണ് കൂടുതലും ചെയ്യാൻ? ഒരു കാലത്ത് ഞാൻ 94 അഭിനയിച്ചു തുടങ്ങുന്നത്. 95 ആദ്യ സിനിമ മിമിക്സ് ആക്ഷൻ. അന്ന് ഞങ്ങൾ ഞങ്ങൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ മ്യൂസിക്കാർ അഭിനയിക്കാൻ ഒരു ഡയലോഗ് കിട്ടുക എന്നുള്ളതാണ് ഇന്നും ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയാം. അപ്പം അന്ന് ഞാനും അങ്ങനെ ആഗ്രഹിച്ചു വന്നതാണ്. അന്ന് സിനിമയിൽ വരുന്ന സമയത്ത് നമുക്ക് ഡയലോഗ് ഉണ്ടോ എന്നാണ് ആദ്യം ചോദിക്കുക, ഇല്ലാതെ അഭിനയിക്കാനുണ്ടോ എന്നോ എന്താ എൻ്റെ ക്യാരക്ടർ എന്നൊന്നും ചോദിക്കാറില്ല. ഞാൻ ആദ്യകാല സിനിമകളിൽ എനിക്ക് തോന്നുന്നു
20 സിനിമകളിൽ നായകനായിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷെ നായകൻ ചോദിക്കുന്ന ഡയലോഗ് ഉണ്ടോ എന്നുള്ളതാണ്, അല്ലാതെ എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് പോലും എനിക്ക് ഓർമ്മയുണ്ടാവില്ല പറഞ്ഞു. അപ്പോൾ ഈ ഡയലോഗിന് വേണ്ടിയിട്ടുള്ള മത്സരമുണ്ട്. അന്ന് സീനിയർ ആർട്ടിസ്റ്റുകൾ പലരും ഈ പറയുന്ന രീതിയിൽ നമ്മൾക്ക് കുറച്ചുകൂടെ മുൻപേ വന്നവർ പോലും നമ്മുടെ ഡയലോഗ് കട്ട് ചെയ്യുമായിരുന്നു. ആ ഡയലോഗ് അവരെടുക്കും. അപ്പോൾ ഡയലോഗ് ആരെടുക്കുന്നു അവനാണ് സിനിമയിലെ പ്രധാനി എന്നുള്ളതാണ് അന്നത്തെ കാലത്തുള്ളൊരു കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെ ജീവിച്ചു വന്ന എനിക്ക് ആ ഒരു രീതിയിൽ സിനിമയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന എനിക്ക് ഡയലോഗ് നിറയെ പറയണമെന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു സമയം വരെ ആയിട്ടും ഡയലോഗ്സിന് എനിക്ക് വലിയ പ്രാധാന്യം കിട്ടാത്തതുകൊണ്ട് ഞാൻ സീരിയലിലേക്ക് ചുവടുമാറ്റം നടത്തി. അന്ന് സീരിയലുകളെല്ലാം ഹിറ്റായിരുന്നു. അന്ന് എൻ്റെ അച്ഛനായിട്ട് തിലകൻ സാറ്, നെടുമുടി വേണുചേട്ടൻ, മുരളി, അമ്മയായിട്ട് ശ്രീവിദ്യാമ്മ, 500ഓളം എപ്പിസോഡ്, സീമ ചേച്ചി എൻ്റെ അമ്മയായിട്ട്, പിന്നെ കൽപ്പന ചേച്ചി മഞ്ജു പിള്ളേൻ്റെ ഭാര്യയായിട്ട്, അങ്ങനെ എല്ലാം വലിയ ഒരു ഗ്യാങ്ങിൻ്റെ ഒരു സിനിമയിലെ ലെജൻസിൻ്റെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയ സീരിയൽ കാലഘട്ടം ഉണ്ടായിരുന്നു. അതിലും ഞാൻ ആ ഭാഗത്ത് എല്ലാറ്റിലും ഞാൻ നായകനായിരുന്നു. അന്ന് എനിക്ക് ഇഷ്ടം പോലെ ഡയലോഗ് ഉണ്ടായിരുന്നു. പക്ഷേ ആസ് എൻ ആർട്ടിസ്റ്റ് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഡയലോഗ് മാത്രമേ ഉള്ളൂ, അതിലൊന്നുമില്ല, ആക്ച്വലി ഒന്നുമില്ല. അങ്ങനെ ഒരു സമയത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് പൂർണ്ണമായിട്ടും മാറി ഹ്യൂമർ എല്ലാ ജോണും ചെയ്ത് എല്ലാ ഏരിയയും ചെയ്തു. മതിയോളം ഡയലോഗ് പറഞ്ഞ് ഹ്യൂമറുകളും സീരിയസും എല്ലാം ചെയ്ത് കഴിഞ്ഞു. അവിടെ നിന്നും ഞാൻ മാറി വീണ്ടും സിനിമയിലേക്ക് വന്നതിന് ശേഷമാണ് അയ്യപ്പനും കോശിയും പോലുള്ള സിനിമകളിലേക്ക് വന്നത്. അപ്പോൾ ഇപ്പോഴും ഡയലോഗ് ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യം ചോദിക്കുന്നത്. ഒരു നടൻ, സാധാരണക്കാരനായ ഒരു നടനെ ആരും അങ്ങനെ തന്നെ ഡയലോഗ് ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതിന്റെ ഇന്റൻഷൻ സ്പേസ് ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ആ സ്പേസിൽ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോഴേ ആ സിനിമയിൽ നന്നായിരുന്നു കേട്ടോ എന്ന് പറയണമെങ്കിൽ അതിൽ ഡയലോഗൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറയുന്നത് നമ്മളൊരു ഭയങ്കരമായിട്ട് നമുക്കൊരു ഭയങ്കര ഒരു ക്ഷീണമാണ് ആക്ച്വലി അങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്കത് വിഷമമാണ്. സിനിമ ഡയലോഗൊന്നും ഇല്ലാതെ ബാക്കിലാണ് നിൽക്കുന്നത്. ഇപ്പോഴും കുറെ മീംസ് ഇറങ്ങുന്ന ഒരു സാധനമാണ് ഡയലോഗ് ഒന്നും ഇല്ലാതെ നിൽക്കുന്നത്. അയാൾ പുറകിൽ നിൽക്കണുണ്ടല്ലോ, അതിനകത്ത് ഒന്നുമില്ലല്ലോ, ഡയലോഗൊന്നും ഇല്ല, ഇപ്പോൾ ആരും ഇത് ചെയ്യുന്നില്ല. അങ്ങനെ കേൾക്കും. അതെന്ന് വെച്ചാൽ ഒന്നുമില്ലാതെ മറ്റേ പോലീസിന്റെ ബാക്കിൽ നിൽക്കണുണ്ടോ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡയലോഗ് പറയാത്തതുകൊണ്ടാണ്. ഡയലോഗ് പറഞ്ഞാൽ അതിനൊക്കെ പ്രാധാന്യം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഈ സിനിമയിൽ അറ്റെന്ന് പറയുന്ന സിനിമ ഡോൺ മാക്സിനോട് ഞാൻ ചോദിച്ച ചോദ്യം ഇത് തന്നെയാണ്. അപ്പോൾ കുറേ ഒരു ഹീറോ ലൈനിലുള്ള വേഷം ചെയ്യുമ്പോൾ ഡയലോഗ്സ് കുറേ ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞു ഡയലോഗ്സ് എന്ന് പറയുമ്പോൾ പുള്ളി വരുന്നത് പറഞ്ഞു ഡയലോഗ്സ് അല്ല, നമ്മൾ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഞാൻ പെട്ടെന്ന് വീണ്ടും ഡയലോഗ് ഇല്ലാത്തൊരു കാലത്തിലേക്ക് ഞാൻ വീണ്ടും പുള്ളി പറഞ്ഞു കാര്യങ്ങൾ എല്ലാം പറയാതെ പറയുന്ന. പക്ഷെ എനിക്ക് മനസ്സിലായി ഇപ്പോൾ ഡയലോഗിലല്ല. ഇപ്പോഴത്തെ സിനിമകളിൽ പുതിയ ജനറേഷനിൽ എനിക്ക് തോന്നുന്നത് അതില്ല, അങ്ങനെയില്ല. സിനിമയിൽ വേഷം ചെയ്യുമ്പോൾ ആ ക്യാരക്ടറിന്റെ പ്രാധാന്യം വേണം. ഒന്ന് നമ്മൾ മേക്കപ്പ് ചെയ്യണ്ട, ഒരുപാട് കാര്യങ്ങളില്ല, ക്യാമറ എല്ലാം നമുക്ക് എത്ര വേണമെങ്കിലും ടേക്ക് പോകാം. ഫിലിമല്ലേ, അതൊന്നും പറ്റില്ല. ഈ ഡയലോഗ് പറയാനുള്ള ടാസ്കും പഠിച്ച് പറയാനുള്ള ടാസ്ക്, അത് ഫിലിം വേസ്റ്റ് ആവാൻ പാടില്ല. നന്നായിട്ട് മേക്കപ്പ് ചെയ്യുന്നവനാണ് ഹീറോ. അന്ന് ഏറ്റവും നന്നായി മേക്കപ്പ് ഹീറോയ്ക്ക് വേറെ മേക്കപ്പാണ്. ഹീറോയ്ക്ക് കുറച്ചുകൂടെ കയറ്റി പുട്ടി അടിച്ചിട്ട് കുറച്ചുകൂടെ കട്ടിയിൽ പുട്ടിയിടും. ലിപ്സ്റ്റിക് ഒക്കെ ഭയങ്കര ഇതായിട്ട് ഹീറോയ്ക്ക്. സാധാരണക്കാർക്ക് പിന്നെ ക്യാമറ വെക്കുമ്പോഴും ഹീറോയ്ക്കൊരു എടുപ്പ് വേണം. അങ്ങനെ ഫ്രെയിം വെക്കുന്നത് അങ്ങനെയാണ്. ഇന്ന് അങ്ങനെയില്ല. കോമൺ എല്ലാവർക്കും ഇന്ന് പെർഫോം ചെയ്യാന്നുള്ളത്, അതിൽ നാച്ചുറാലിറ്റി ഉണ്ടാവണം ഒരു പരിധിവരെ. ആക്ച്വലി നമ്മൾ പറയുന്നു നാച്ചുറൽ ആക്ടിങ് എന്നൊക്കെ പറയുമെങ്കിലും അഭിനയവും ചേർത്ത് വരുമ്പോഴേ കറക്റ്റ് ആവുള്ളൂ. രണ്ടും കറക്റ്റാണ്. നമ്മൾ അഭിനയിക്കാൻ വന്നവരല്ലേ, നമ്മൾ ജീവിക്കാൻ വന്നതാണ് വീട്ടിലല്ലോ. അപ്പൊ രണ്ടും വേണം, ഡ്രാമ മസ്റ്റായിട്ട് വേണം. അതാണല്ലോ, അതുകൊണ്ടാണ് പഴയ നടന്മാരെല്ലാം അതേപോലെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് തീർച്ചയായും നമുക്ക് എവിടെയെങ്കിലും അവസരങ്ങളുണ്ടെങ്കിൽ അതും കൂടെ കണക്കാക്കിക്കൊണ്ടായിരിക്കാം. അപ്പോൾ ചേട്ടൻ മിമിക്രിയിൽ നിന്നും സിനിമയിലേക്കും അല്ലെങ്കിൽ സീരിയലിലേക്കും ഒക്കെ വന്ന ഒരാളാണ്. ഇപ്പം ഷാജു ശ്രീധർ എന്ന ആക്ടറിനോട് ചോദിച്ചാൽ which one would you want to do more, film or mimicry? ഫിലിം തന്നെയാണ്. പക്ഷേ മിമിക്രി എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ കൂട്ടായ്മ, ഇന്നും സൗഹൃദവും കൂട്ടായ്മയും സന്തോഷവും ഹാപ്പിനെസ്സും ഏറ്റവും നല്ല യാത്രകളും ഏറ്റവും നല്ല പെർഫോമൻസും എല്ലാം മിമിക്രി സ്റ്റേജുകളിൽ നിന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും സിനിമയ്ക്ക് വേണ്ടിയാണ് നമ്മളതെല്ലാം ആ സ്റ്റേജുകൾ കഷ്ടപ്പെട്ടത് വന്നതല്ല. അപ്പം നമ്മൾ തിരിച്ച് മിമിക്രിയിലേക്ക് പോകുമെന്നുള്ളതല്ല വിഷയം. മിമിക്രിയിൽ നിന്ന് വന്ന ഒരു ഇതാണ്. പക്ഷേ ഏറ്റവും നല്ല സന്തോഷങ്ങൾ അവിടെയാണ്. ഇവിടെ എന്ന് പറയുന്ന ഒരു സിനിമ വേറൊരു ലോകമാണ്. നമ്മൾ നല്ല കരിയറിൽ നല്ല പൊസിഷനിൽ അല്ലെങ്കിൽ
നമ്മളെ ആരും മൈൻഡ് ചെയ്യില്ല. നമ്മൾ ഒരു സൂപ്പർ സ്റ്റാറും നമ്മളെ മൈൻഡ് ചെയ്യില്ല. അവനൊരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഇതാവാനുണ്ടാവും. കരിയറിൽ ഞാൻ നല്ല പൊസിഷനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എന്നെ ചേർത്ത് പിടിക്കും. അല്ലാത്ത ആൾക്ക് ചിലപ്പോൾ സഹായിക്കുകയായിരിക്കും, പക്ഷെ ഒരു സിനിമ തന്ന് സഹായിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നും കരിയറിൽ മോശം ആയിട്ടോ അല്ലെങ്കിൽ സക്സസ്സോ ഒന്നും നോക്കാതെ സ്റ്റേജുകളെന്നും നമ്മൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതൊരു വലിയ ഘടകമാണ്. സിനിമയിൽ വേരിയേഷൻസ് ഓരോ നടൻ്റെ നമുക്ക് ചില സമയത്ത് ഭയങ്കര സങ്കടം വരും. നമുക്ക് തോന്നുന്നു ഒരു കാലത്ത് കത്തി നിന്ന നടന്മാരെ വലിയ താരങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന വലിയ താരങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില സാഹചര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വല്ലാതൊരു വിഷമം തോന്നും. എന്ന് വെച്ചാൽ അത് അങ്ങനെ ആവുമ്പോൾ ഇത് ചെയ്യാം. അപ്പം നമ്മൾ ഇന്നത്തെ വെള്ളിയാഴ്ച ആരുടെ മാർക്കറ്റാണോ അയാളുടെ പുറകിലാണ് എല്ലാം, മീഡിയയും സ്റ്റാർസും എല്ലാം. നമ്മൾ ചിലപ്പോൾ കൊതിക്കും ഒരു സൂപ്പർ താരം വന്ന് നമ്മളെ ഒന്ന് ചേർത്ത് പിടിച്ചെങ്കിൽ, ഒന്ന് ഹഗ് ചെയ്തെങ്കിൽ, ഒരു കൈ മുഴുവനായിട്ട് നമ്മൾ ചേർത്ത് ഷെയ്ക്കേണ്ട അതിനെന്ന് വിചാരിക്കും. അതൊന്നുമില്ല. അതൊക്കെ ഒരുപക്ഷെ അവർക്ക് തോന്നിയാൽ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിൽ നമ്മളോടൊരു ഇത് തോന്നാതെ നമുക്ക് ചെയ്യാം. അപ്പോൾ പിന്നെ എൻ്റെ കരിയറിൽ എൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഞാൻ മിമിക്രിയിലുള്ള പലർക്കും കുറേ ഇപ്പോഴത്തെ സ്റ്റാർസിൽ മിമിക്രി ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് സൂപ്പർ സ്റ്റാർസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേഷങ്ങൾ ചെയ്യാനും സിനിമയിൽ കൊണ്ടുവരാനും സഹായിക്കാനും അവർക്ക് ക്യാരക്ടർ കൊടുക്കാനും അവരെ കൂടെ നിർത്താനും ഒക്കെ. എനിക്കങ്ങനെ ആരുമില്ലായിരുന്നു. ആക്ച്വലി ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പോഴും നമ്മൾ അതേ പൊസിഷനിൽ തന്നെയാണ്. ഈവൻ നമുക്ക് ദൈവസഹായം കൊണ്ട് അങ്ങനെ പുറകോട്ട് പോകാതെ അതേപോലെ നിൽക്കുകയും കുറച്ച് നല്ല ക്യാരക്ടർ, കുറച്ചുകൂടെ ബെറ്റർ ക്യാരക്ടേഴ്സ് കിട്ടുന്ന ഓരോ മൂവീസ് അനുസരിച്ച് ഇപ്പോൾ ചേട്ടന് കിട്ടുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ബെറ്റർ ആണ്. അപ്പം നമുക്കിപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ ഇറങ്ങിയ വലതുവശത്തെ കള്ളൻ നല്ല ക്യാരക്ടറാണ്. ജിത്തു സാറിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ആ സിനിമ ആശകളായിരത്തിൽ 2 സീൻ, പിന്നെ ബേബി ഗേളിൽ 1 സീൻ. അപ്പോൾ എല്ലാം വന്നു പോകുന്ന എല്ലാ സിനിമകളും ഉണ്ടാവുക എന്നുള്ളതാണ്. ഇവരൊന്നും എനിക്ക് എന്നോട് ഇഷ്ടം കൊണ്ടോ എൻ്റെ സൗഹൃദങ്ങളോ ഒന്നുമില്ല. അപ്പോൾ സൗഹൃദങ്ങളോ ബാക്കിയൊന്നും ഇല്ലാതെ ആരൊക്കെയോ എവിടെ നിന്നൊക്കെയോ സഹായിക്കുന്നതിൽ നിന്നും മുന്നോട്ട് പോയ 30 വർഷങ്ങൾ പൂർത്തിയാക്കിയ ഒരാളായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഒരു ഗാർഡിയൻ ഒരു രീതിയിൽ എന്നെ താങ്ങി നിർത്തുന്ന, എന്നെ കൂടെ എല്ലാ സിനിമകളിലും എന്നെ കൂടെ നിർത്തുന്ന അങ്ങനെ ഒരാളെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും എത്രയും ഞാൻ ലേറ്റ് ആയത്, ഒരുപക്ഷെ ഈ പറയുന്ന രീതിയിൽ. പക്ഷേ എത്ര വർഷം കഴിഞ്ഞാലും എങ്ങനെ പോയാലും ഏതൊരാൾക്കും അയാൾക്കൊരു ടൈമുണ്ട്. അത് ആ ടൈമിൽ നമ്മൾ നന്നായിരിക്കുക എന്നുള്ളതാണ്. ആ ടൈമിൽ നമ്മൾ നന്നായി നമ്മൾ യൂസ് ചെയ്യുക. കിട്ടുന്ന സമയത്ത് നമ്മൾ എല്ലാവരും നന്നായി പെരുമാറുക. നമുക്ക് പലപ്പോഴും വിചാരിക്കും ഒരു സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ അടുത്ത സിനിമ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ഫോൺ എടുക്കില്ല. അതൊരു പുതിയ ട്രെൻഡാണ്, ഫോൺ എടുക്കില്ല. പക്ഷെ ഞാൻ കണ്ട എത്രയോ വലിയ ജോഷി സാറിനെ പോലെയുള്ള ആളുകളൊക്കെ നമ്മൾ വിളിച്ചാൽ പോലും ഒരു ചിലപ്പോൾ എടുക്കാൻ പറ്റാത്ത തിരക്കുകൾക്കിടയിൽ കുറച്ച് കഴിഞ്ഞാൽ തിരിച്ച് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന എത്രയോ സംവിധായകർ നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലെജൻസും ഉണ്ട്. അല്ലാതെ ഒരു സിനിമ കൊണ്ട് ഇതാവുകയും ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയില്ല. സിനിമ നമ്മളെല്ലാവരും കണ്ടു വളർന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വേറൊരു ലോകമാണ് ആക്ച്വലി സിനിമ എന്ന് പറയുന്നത്. എപ്പോഴും തിരക്കുകളുടെ പുറകെ പോകുന്ന ഒരു ഉണ്ട്. നമുക്ക് വന്ന ഒരു ഗെയിം സെക്ഷനിലേക്ക് പോകാം. ഇതിന് നമുക്ക് ഷാജ് ചേട്ടൻ്റെ ഒരു 1 വേർഡ് ആൻസർ ആണ് വേണ്ടത്. ഓക്കെ, വി ഹാവ് 5 questions. സ്റ്റാർട്ട് ചെയ്യാം. ഒരു ന്യൂജൻ ആക്ടർ ദാറ്റ് യു അഡ്മയർ. ഇപ്പോൾ ഉള്ള ന്യൂജൻ ആക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യുന്ന ഒരാളാണ്. ഒരു ആൻസറേ പറഞ്ഞു, ഇഷ്ടംപോലെ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. ന്യൂജനിൽ ഒരുപാട് പേരുണ്ട്. ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യുന്ന ഇത്ര നല്ലൊരു ആക്ടിങ് ആണെന്ന് തോന്നിയിട്ടുള്ളത് ഫഹദ് നമുക്ക് തുടങ്ങാം. നസ്ലിൻ ആ സെക്ഷനിൽ എല്ലാവരും എനിക്ക് തോന്നും. ബാക്കി എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ ഇതായിട്ടുള്ളായിരുന്നു. ആ ഒരു സെക്ഷൻ ഒരു ലൈനപ്പ് ഉണ്ട്, ഒരു 4-5 പേരുണ്ട്. ഇവൻ ചില സിനിമകളിൽ ബേസിലായിരിക്കാം, ടൊവിനായിരിക്കാം, ആസിഫായിരിക്കാം. പക്ഷേ ഈ പറയുന്ന രീതിയിൽ ഓരോ സിനിമകൾക്കനുസരിച്ചാണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന രീതിയിൽ അവരെല്ലാം നമുക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇവരിൽ ഇപ്പോൾ പറഞ്ഞ പേര് ഉള്ള ആൾക്കാരിൽ അവർ ചെയ്ത ക്യാരക്ടേഴ്സിന് ഏത് ക്യാരക്ടറാണ് ചേട്ടനും ചെയ്താൽ കൊള്ളാം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണം അങ്ങനെ തോന്നിയ ഒരു ക്യാരക്ടർ ഉണ്ടോ? അവർ ചെയ്തല്ലോ, അവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്യാരക്ടർ? അങ്ങനെയില്ല. കാരണം അവർ ചെയ്ത ഈ കാലഘട്ടത്തിലാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. ഞാൻ അവര് ചെയ്ത അവരുടെ അച്ഛന്മാരുടെ ക്യാരക്ടർ ചെയ്ത അല്ലെങ്കിൽ അവരുടെ അളിയന്മാരുടെ അവരുടെ ചേട്ടന്മാരുടെ ഒക്കെ ചെയ്ത അങ്ങനെ നോക്കാം. പക്ഷെ അവരുടെ ക്യാരക്ടർ ഇതില്ല. ഇപ്പൊ ഈവൻ ഇപ്പൊ ഈ പറഞ്ഞ ഞാൻ സിനിമയ്ക്ക് വന്നതിന് ശേഷം അധികം വൈകാതെ വന്ന ആളാണ് ചാക്കോച്ചൻ. ചാക്കോച്ചൻ ഇന്നും പറയുന്ന ഇപ്പൊ പറഞ്ഞ ലൈനപ്പിൽ തന്നെ നിൽക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം ചെയ്ത ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിലുള്ള
ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ളൊരു സിനിമ പറയുമ്പോൾ ആ സിനിമയിലെ ആ ഫസ്റ്റ് വാക്ക് പോലും അദ്ദേഹം വ്യത്യസ്തമായി ചെയ്തു. അപ്പോൾ നമ്മളിലൊരു ഒരു പ്രണയിക്കുന്ന ഒരു പയ്യൻ അങ്ങനെയാണല്ലോ, ചോക്ലേറ്റ് ബോയ് ഇതിലാണല്ലോ. എനിക്ക് തോന്നുന്നില്ല അതേ രീതിയിലെന്ന് വെച്ചാൽ അദ്ദേഹം എത്ര ഏജ് ആയാലും അതുപോലെ തന്നെ ഇരിക്കുമെന്ന്. പക്ഷെ കുറച്ച് അത് ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഇപ്പൊ ഒരുപാട് ആക്ടേഴ്സ് എക്സ്പ്ലോറും ചെയ്യുന്നുണ്ട്. അദ്ദേഹം നരയിട്ടാലും പോലും നമുക്ക് അതിൽ തന്നെ a film you wished you had acted in. ഒരു മൂവി, അത് മേ ബി ഒരു ബിഗ് ബഡ്ജറ്റ് ആവാം, സക്സസ്ഫുൾ ആയി, അപ്പോൾ അതിൽ എനിക്കൊരു ഭാഗമാകണമായിരുന്നു അങ്ങനെ തോന്നിയതിലൊരു സിനിമയുണ്ടോ? കുറേ സിനിമകൾ സക്സസ് ആകുമ്പോൾ എൻ്റെ ഭാഗമാണെന്ന് തോന്നും സ്വാഭാവികമായിട്ട്. അതിനകത്ത് ഒരുപാട് എനിക്ക് തോന്നുന്നു. റീസെൻ്റ്ലി അങ്ങനെ വന്നതിലൊരു സിനിമ, റീസെൻ്റ്ലി ഭാഗമാകണമെന്ന് തോന്നിയ സിനിമ കുറേ ഈ വാഴ പോലുള്ള സിനിമ അച്ഛന്മാരെ കൊള്ളാൻ തോന്നിയിട്ടുണ്ട്. അതിന് ചെയ്യാൻ പറ്റുമോ ജയ് 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 എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ കുറേ സിനിമകളിൽ വിപിൻദാസ് കഴിഞ്ഞ പടങ്ങളിലൊക്കെ ഈ അച്ഛൻ വേഷങ്ങൾ വരുന്നതിലൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാം എൻ്റെ ഫ്രണ്ട്സിലുള്ള അവരല്ലേ, അപ്പം അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ആഗ്രഹിച്ചിട്ടുണ്ട്. വൺ തിങ് യു കുഡ് സ്റ്റീൽ ഫ്രം ഡോൺ മാക്സിൽ നിന്ന് മോഷ്ടിക്കാൻ പറ്റിയൊരു സാധനം? ഡോൺ മാക്സിൽ നിന്നും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മോഷ്ടിക്കാന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു ഇതാണോ അദ്ദേഹത്തിന് മോഷ്ടിക്കാനുള്ള അദ്ദേഹത്തിന്റെ അറിവാണ്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഒബ്സർവ് ചെയ്ത് ഏറ്റവും കൂടെ തമാശ പറയുന്ന ഒരാളാണ്. പക്ഷെ പുറമെ ആളാരോടും അങ്ങനെ പറയാറില്ല. പക്ഷെ ഞാനുമായിട്ട് എന്നും സംസാരിക്കുന്നത്. കാരണം ഒരു സിനിമ 3 വർഷം എത്തി നിൽക്കുമ്പോൾ എനിക്ക് നിൽക്കുന്ന സമയത്ത് വിളിക്കുകയോ ചെയ്യുന്നത് അദ്ദേഹമാണ്. എനിക്ക് എറണാകുളത്ത് ഫ്ലാറ്റ്, എനിക്കൊരു വീട് വേണമെന്നൊരു എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ ഫ്ലാറ്റ് കാണിച്ചു തന്നത്. അങ്ങനെ ആ ഫ്ലാറ്റ് ഞാൻ എടുത്ത്. അതുപോലെ നമ്മൾ ലോകത്ത് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, യാത്രകളുടെ കാര്യങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യം, ഇതെല്ലാറ്റിനെ കുറിച്ച് അദ്ദേഹത്തിന് ധാരണയാണ്. അപ്പം ഞാൻ ഒരുപാട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് മോഷ്ടിക്കുന്ന ചില ഞാൻ അറിയാത്ത കാര്യങ്ങളാണ്. മെറ്റീരിയൽസ് അദ്ദേഹത്തിൻ്റെ അത് ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകൾ ഭയങ്കര ഗ്ലാസ് പോയാൽ അതേതാണ്. പിന്നെ ക്യാപ്സാണ് പുള്ളിയുടെ ഉപയോഗിക്കുന്നത്. ക്യാപ്പ് എനിക്ക് ഐഡന്റിറ്റിയാണ്. ക്യാപ്പ് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ഗ്ലാസ്സുകളൊക്കെ നല്ല രസമുള്ള ഗ്ലാസിന്റെ ഒരു കളക്ഷൻ ഉണ്ടല്ലേ? മൂവി ഓൺ യു, വാട്ട് ജോൺ? അതായത് ചേട്ടൻ്റെ പേരിലൊരു മൂവി ഇറക്കുകയാണ്, എന്ത് ജോണർ ആയിരിക്കും അത്? ചേട്ടൻ്റെ ഒരു ബയോപിക് ഇറങ്ങാന്നിരിക്കട്ടെ, അത് എന്ത് ജോണർ ആയിരിക്കും? എൻ്റെ ബയോപിക് ഇറങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഹ്യൂമർ ആയിരിക്കും. ഓക്കെ. ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ തമാശകൾ പറയാൻ ശ്രമിച്ച ഒരാളാണ്. പക്ഷേ ചുറ്റുള്ള ആൾക്കാരെ ഹാപ്പി ആക്കാൻ. പക്ഷേ എനിക്ക് എൻ്റെതായ പ്രോബ്ലംസ് ഞാൻ എന്നിലേക്കാണ് ചെയ്യുന്നത്. അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇമോഷണലിയും ഹ്യൂമറിലും കണക്റ്റഡ് ആവുന്ന സിനിമയായിരിക്കും. എന്തെങ്കിലും പേര് പെട്ടെന്ന് വരുന്നുണ്ടോ സിനിമയ്ക്ക്? ചുമ്മാ വായത്തൊന്ന് പറഞ്ഞു. അങ്ങനൊരു പേരില്ല. ഷാജു ശ്രീധർ എന്ത് എന്തായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്? മിറർ. ഓ ഗ്രേറ്റ്. ഞാനൊരു ദിവസം ഒരു ബയോപിക് ഉണ്ടാക്കും. നെക്സ്റ്റ് ടാസ്ക് എന്താ വെച്ചാൽ, ഞാൻ ചേട്ടൻ്റെ മൂവീസിലെ ഡയലോഗ്സ് ഇപ്പം പറയും. അത് പക്ഷേ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും. ആ ബ്ലാങ്ക് ഫിൽ ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് സീ ഹൗ മച്ച് യു റിമെമ്പർ യുവർ ഡയലോഗ്സ്. എല്ലാവർക്കും എന്നോട് ദേഷ്യം ഉണ്ടാവുമെന്ന് അറിയാം. അച്ഛനൊരു ഡാഷാണ്. എനി ഗെസ്? ഒരു കുഴപ്പമില്ലാത്ത വേർഡാ പറഞ്ഞു. ശരി, ഒരു ക്ലൂ തരാം. പുലിവാൽ കല്യാണത്തിന്റെ ഡയലോഗ്. എല്ലാവർക്കും എന്നോട് ദേഷ്യം ഉണ്ടാവും. അച്ഛനൊരു ഡാഷാണ്. ടൈപ്പാണ്. അച്ഛനൊരു ടൈപ്പാണ്. ഓക്കെ, നെക്സ്റ്റ്. ഇവന് നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ, ഡാഷ് പെൺവാണിഭ കേസിലെ 3-ാം പ്രതി. എവിടെയെങ്കിലും ഒരു ഓർമ്മ കിട്ടുന്നുണ്ടോ? ഒരു സാധനം കഴിച്ചോണ്ടിരിക്കുന്നത് പറഞ്ഞപ്പോ, ഒരു ബിസ്ക്കറ്റ് കഴിച്ചോണ്ടിരിക്കുക. ഒന്നുകൂടെ പറയാം. ഇവരെ നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ, ഡാഷ് പെൺവാണിഭ കേസിലെ 3-ാം പ്രതി.
ജോജുവിനെ ചൂണ്ടി പറയാം. എനിക്ക് പക്ഷേ ഡയലോഗ് ഓർമ്മയില്ല. വാണിയംകുളം ഓക്കെ. ഇത് കുറച്ച് പാടുപെടും തോന്നുന്നു. ഇന്ന് ഈ മണിമല കുന്നുംപുറം വീട്ടിൽ എല്ലാവർക്കും ഡാഷ് 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 മാത്രം. മണിമല കുന്നും, അതായത് അതിനകത്തൊക്കെ ഡയലോഗ് എന്നെ അറിയോ? നീ എവിടെ പോകുന്നതാണ്, നീ ഞാനും എവിടെയൊന്നും വേറെ ആളും. കാരണം ഡയലോഗ് ഇല്ലാത്തതുകൊണ്ടൊക്കെ വീതിക്കലായിരുന്നു. ഇത്രയും ഡയലോഗ് ഞാൻ ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. എടുത്ത് ഇറങ്ങി വന്ന് നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ മണിമല കുന്നുംപുറം വീട്ടിൽ എല്ലാവർക്കും ഡാഷ് 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 മാത്രം. സന്തോഷം. ഓക്കെ, നെക്സ്റ്റ്. വീണ്ടും ജോണി ചായൻ കറങ്ങി തിരിഞ്ഞ് അവിടെ എത്തി ഡാഷ് സാധനം. സെയിം മൂവിയിലെ നിങ്ങളൊരു ഡിന്നർ ടേബിളിൽ അല്ല ലഞ്ച് ടേബിളിൽ എന്തോ കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പറയണതാ. ഭയങ്കര അല്ല, കൊടുത്തുവിട്ട സാധനം. ഓക്കെ, 1 mark for ഷാജി ശ്രീധർ and 3 marks for me. ഓർമ്മയുണ്ടായിരുന്നു ഈ ഡയലോഗ്സ് ഒക്കെ? ഇല്ല, അന്ന് ഡയലോഗിന് വേണ്ടി അവിടെ വന്ന് ക്യൂ നിൽക്കുകയായിരുന്നു. ഞാൻ, നവാസ്, ആംഗ്രി ബേബീസ് എന്ന മൂവിയിലെ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? ഭയങ്കര രസമായിരുന്നു. ബോംബെയിലായിരുന്നു. അനൂപ് മേനോൻ, ഭാവന, ഞാൻ, നോബി, നിഷാൻ സാഗർ. എത്ര നാളുണ്ടായിരുന്നു ഷൂട്ടൊക്കെ? ഞങ്ങൾ ബോംബെയിൽ എനിക്ക് തോന്നുന്നത് ഒരു 10-15 days. പക്ഷെ ഭയങ്കര രസമായിരുന്നു. ഞങ്ങളുടെ ഒരു പാട്ട് ഷൂട്ട് ചെയ്യുന്ന ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ചും റോഡ് സൈഡിൽ നിന്ന് സ്ട്രീറ്റ് ഫുഡുകൾ കഴിച്ചും. അതെ. അപ്പം ഞങ്ങളത് ആ ഒരു കൂട്ടായ്മ ഭയങ്കര, ഞങ്ങൾ ഒറ്റ ടീമായിരുന്നു. സജി സുരേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. പിന്നെ ഞങ്ങൾ അതിനകത്ത് അനുഭവം എന്ന് വെച്ചാൽ താജിന് മുൻപിൽ ഇവിടെ ഓടുന്ന ആക്ച്വലി പെർമിഷൻ ഇല്ലാതെയാണ്. അപ്പോൾ പെർമിഷൻ ഇല്ലാതെ ഓടുകയെന്ന് വെച്ചാൽ അതിന് മുമ്പ് അവിടെ ഒരു പ്രോബ്ലം ഉണ്ടായ സമയത്ത് കഴിഞ്ഞിട്ട് ഭയങ്കര സെക്യൂരിറ്റി. ഈ സമയത്ത് കാറിൽ ക്യാമറ വെച്ചിട്ട് നമ്മൾ പുറകിൽ ഓടണം, അറസ്റ്റിലാവും ആക്ച്വലി. നമ്മൾ ആ സമയത്ത് ഓടി അതൊക്കെ ഷൂട്ട് ചെയ്ത് പലതും കാണാതെ ഷൂട്ട് ചെയ്യും, നമുക്ക് പെർമിഷൻ ഇല്ല. അപ്പോൾ അതാ സ്ഥലത്ത് വരുന്ന പോലീസുകാരും ഒക്കെ വരുമ്പോൾ കുറച്ച് പൈസ കൊടുത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അല്ലാതെ പെർമിഷൻ എടുത്ത് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഭയങ്കര പൈസയാവും. അങ്ങനെ രസകരമായ ഒരു ഷൂട്ടായിരുന്നു. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഒരു ഫൺ മെമ്മറി പറയോ ആംഗ്രി ബേബീസിലെ? ആംഗ്രി ബേബീസിൽ ആക്ച്വലി നമുക്ക് ഹ്യൂമർ എപ്പോഴും പറയാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ഞങ്ങൾ അതിനകത്തിരിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഇൻറ്റീരിയർ എല്ലാം ഇവിടെയാണ്, കൊച്ചിയിലാണ്. പാലാരിവട്ടത്തൊരു ഫ്ലാറ്റാണ് എല്ലാം. ജോജുവായിട്ടുള്ള പോർഷൻസ് ഞങ്ങൾ ആ വീട്ടിൽ വന്ന് കയറുന്നത്, മുളക് പൊടിയും മഞ്ഞപ്പൊടിയും അതൊക്കെ ഇവിടെയാണ്. ബാക്കി ഔട്ട്ഡോർ മാത്രമേ ബോംബെ പുറത്തുള്ളൂ. അതിനകത്ത് ഹ്യൂമറായിട്ട് അങ്ങനെ എല്ലാം ഹ്യൂമർ തന്നെ, അവരോടെങ്കിൽ ചിരിക്കുകയാണ്. അതെ. അപ്പോൾ ഇത്രയും നാളത്തെ ആക്ടിങ് എക്സ്പീരിയൻസിൽ ചേട്ടന് ഏറ്റവും കംഫർട്ടബിൾ ആൻഡ് ഫണ്ണായിട്ട് തോന്നിയ ഒരു കോ ആക്ടർ ആരാ? സിനിമയ്ക്കനുസരിച്ചാണ്. ഓക്കെ, ഒരാളെ അങ്ങനെ എടുത്ത് പറയാൻ പറ്റില്ല. ചില ആളുകളായിട്ട് വരുമ്പോൾ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ഓപ്പോസിറ്റ് വരുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടെ എന്നിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഒരുപക്ഷെ അവർ വരുമ്പോൾ നമുക്കൊരു ഭയം ഉണ്ടാവും. കാരണം വെച്ചാൽ അവർ ചെയ്യുന്ന സമയത്ത് ഈവൻ നമുക്ക് അതുപോലുള്ള ആൾക്കാർ ഒരുപാട് ലെജൻസ് നമ്മളെ വിട്ടുപോയി. പക്ഷെ എങ്കിലും അവരെ നോക്കി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളൊരു ആക്ടിങ് മെത്തേഡിലേക്ക് വേറെ മാറുമല്ലോ. അപ്പോൾ ബാക്കി സൗഹൃദങ്ങൾ നിൽക്കുന്ന പോലെയല്ല ബെസ്റ്റ് ആക്ടർ നിൽക്കുന്നത്. സൗഹൃദങ്ങൾക്ക് നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഡയലോഗ് പറഞ്ഞ് ഫിനിഷ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്ത് പോകാം. പക്ഷെ അതിനേക്കാൾ മുകളിലാണ് ഒരു ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് മുന്നിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അപ്പം എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമാണ് അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അവരെ നമ്മൾ നോക്കി കാണും. നമുക്ക് അവരെ നോക്കുമ്പോൾ അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ നമുക്ക് അറിയാം അവരെന്താണ്. അവർ ഓപ്പോസിറ്റ് നമുക്ക് ഡയലോഗ് പറഞ്ഞ് നമുക്ക് അതിന് റിയാക്ട് ചെയ്യാം ഭയങ്കരമായിട്ട്. പക്ഷെ വളരെ കൂളായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് നമുക്ക് കൂളായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഈ കുറേ ആൾക്കാർ കോ ആക്ടേഴ്സ് വിട പറഞ്ഞു പോയി എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് വിട പറഞ്ഞു പോയാൽ ലെറ്റ്സ് സേ ഇന്നസെൻറ്റ് അല്ലെങ്കിൽ മാമുക്കോയ അല്ലെങ്കിൽ KPS ലളിത, ഈ 3 പേരിൽ നിന്നും ഇന്ന് അവരെ ചേട്ടന് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ വാട്ട് വുഡ് യു ലേൺ ഫ്രം ദം? ഓരോരുത്തരുടെയും പറഞ്ഞു. ഇന്നസെൻ്റ് ചേട്ടൻ്റെ നമ്മൾ അവരിൽ നിന്നും നമ്മൾ പഠിച്ചത് ക്യാമറയ്ക്ക് മുന്നിലുള്ള കാര്യങ്ങൾ നമ്മൾ സിനിമകളിൽ എത്രയോ കണ്ട ആളുകളാണ്. നമ്മൾക്ക് അവരിൽ നിന്ന് പഠിക്കാനുള്ളത് ഈവൻ വേണുചേട്ടനായിക്കോട്ടെ ബാക്കി ആരും ആയിക്കോട്ടെ അവരെല്ലാം. അപ്പോൾ അവരിൽ പഠിക്കാനുള്ളത് ക്യാമറയ്ക്ക് പിന്നിലാണ്. അവർ ഒരിക്കലും ഒരു ക്യാരവൺ സംസ്കാരത്തിലുള്ള ആളുകൾ ക്യാരവൺ ഇല്ല. അതുകൊണ്ട് ഒരു ആർട്ടിസ്റ്റുകൾ അവർ മറ്റുള്ള
അവരുടെ കഥാപാത്രങ്ങളെ പ്ലേസ് ചെയ്യുന്ന രീതികളെല്ലാം അവർ പല ആളുകളിൽ നിന്നും പിക്ക് ചെയ്തിട്ടുള്ളതാണ്. ഒരു ചെയ്യുന്ന എന്താണോ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്, നെടുമുടി വേണുചേട്ടൻ ആ ക്യാരക്ടർ ഭയങ്കര ഒബ്സർവ് ചെയ്തിട്ടാണ് വരുന്നത്. ഓരോരുത്തരും, എല്ലാ ആർട്ടിസ്റ്റുകളും. അപ്പോൾ ലളിത ചേച്ചിയൊക്കെ പെർഫോം ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ അവർ അതിനു മുമ്പ് അവരുടെ കഥകൾ പറയും. ഈ കഥകൾ തന്നെ ശരിക്കും പറഞ്ഞ ഒരു സിനിമയ്ക്ക് അപ്പുറത്തേക്കുള്ള ഇതുണ്ടാകും അവിടെ തന്നെ. അപ്പോൾ കണക്ട് ആകുമ്പോൾ നമ്മളെല്ലാം സംസാരിക്കുകയും സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിക്കുന്നതെല്ലാം പെർഫോം ചെയ്യുകയാണ് ആക്ച്വലി. പല എക്സ്പ്രഷൻസും പല തമാശകളും പല കാര്യങ്ങളും പല നടപ്പുകളും പലരുടെ രീതികളും പലരുടെ ശൈലികളും ഒക്കെ ഞങ്ങൾ ചർച്ച ചെയ്യും. ഇന്ന് നമ്മളൊരു ക്യാബിനകത്ത് കഥ കടച്ചുകൊണ്ടിരുന്ന് സമയമാകുമ്പോൾ സ്ക്രിപ്റ്റ് പഠിച്ചിട്ട് ഇറങ്ങി അവിടെ വന്നിട്ടാണ് ആർട്ടിസ്റ്റുകൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് അല്ലേ. അതാണ് നമുക്ക് അവർ തിരിച്ചിന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കേണ്ടത് അവരുമായിട്ട് സംസാരിക്കണമെന്നേ ഉള്ളൂ. സംസാരിച്ചാൽ മാത്രം മതി. നല്ലൊരു സ്കൂളാണ്, ഏറ്റവും വലിയ സ്കൂൾ അതാണ്. അവരോട് സംസാരിക്കുമ്പോൾ ഇപ്പോഴും ഇവൻ മുകേഷ് ചേട്ടൻ, ജഗദീഷ് ചേട്ടൻ, സായി ചേട്ടൻ എപ്പോഴെങ്കിലും ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളൂ, അവർ ഓരോ ചോദ്യങ്ങൾക്കും ഒരു കഥയുണ്ടാകും, അവരുടെ ബാക്ക് സ്റ്റോറി ഉണ്ടാവും, ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും, അതിനകത്തൊരു ഹ്യൂമർ ഉണ്ടാവും, അതിനകത്തൊരു വേദന ഉണ്ടാവും, അതിനകത്തൊരു മെസ്സേജ് ഉണ്ടാവും. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അതെല്ലാവരിൽ നിന്നും പഠിക്കാനുണ്ടാവും. അപ്പം ഷാജു ശ്രീധർ എന്ന ആള് ആക്ടർ അല്ലായിരുന്നെങ്കിൽ, ജസ്റ്റ് സേ ഇമാജിൻ യു ആർ നോട്ട് എൻ ആക്ടർ, അല്ലെങ്കിൽ ആക്ടിങ്ങിലേക്ക് എത്താൻ പറ്റാണ്ട് പോയി എന്നിരിക്കട്ടെ, എന്തായിരുന്നേനെ? ഒന്നുകിൽ നാട്ടിലാണെങ്കിൽ വല്ല ബാങ്കിലോ എവിടെയെങ്കിലും ആയിട്ട് വല്ല ക്ലർക്കായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. അതല്ല എങ്കിൽ ഗൾഫിലായിരിക്കും. അന്ന് ദുബായ് ആയിരുന്നു എൻ്റെയൊക്കെ ഒരു വലിയ സ്വപ്നം എന്ന് പറയുന്നത്. കാരണം ദുബായിൽ നിന്ന് വരുന്ന ആളുകൾക്കാണല്ലോ ഏറ്റവും നല്ല വില, ഏറ്റവും നല്ല മണമുള്ളത്, ഏറ്റവും നല്ല മ്യൂസിക് സിസ്റ്റം അവരുടെ അടുത്തായിരിക്കും. അപ്പോൾ അവരുടെ ഡ്രസ്സുകൾ, അവരുടെ കൂളിംഗ് ഗ്ലാസ്, ഇതെല്ലാം കണ്ടുകൊണ്ട് ചെറുപ്പം പോലെ നമുക്ക് ഒരു ഡോക്ടറോ എഞ്ചിനീയറോ അതൊന്നുമല്ല, നമ്മളൊരു ഗൾഫുകാരനാവാൻ വേണ്ടി കൊതിച്ചിരുന്നു. അത് പറഞ്ഞപ്പം കുട്ടിക്കാലത്ത് എന്തായിരുന്നു? ഹൗ വാസ് യുവർ ചൈൽഡ്ഹുഡ്? കുട്ടിക്കാലം ഞാനൊരു സാധാരണ ഗവൺമെൻറ് സ്കൂളിലാണ് ഞാൻ പഠിച്ചതൊക്കെ. കുട്ടിക്കാലം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു പക്ഷേ ഞാൻ എൻ്റെ മക്കളോട് പറയും, ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു പക്ഷേ ഞാനൊക്കെ ആയിരിക്കും. ഞാൻ പാലക്കാടൻ ഗ്രാമങ്ങളിലാണ്. എനിക്കൊരു ഫ്ലാറ്റ് ലൈഫ് ബ്യൂട്ടിഫുള്ളാണ്. അതായത് രാവിലെ എണീറ്റ് ഏർലി മോർണിംഗ് എണീറ്റ് നമ്മൾ പഠിക്കാൻ മാത്രമേ മടിയുള്ളൂ, ബാക്കിയെല്ലാം ഓക്കെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കഴിച്ച് ഓടിയാൽ രാവിലെ സ്കൂളിലേക്ക് എനിക്ക് വേണമെന്ന് ഒരു 3-4 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ ദൂരം നമ്മൾ ഓടുകയും ചെയ്യും. സൈക്കിളില്ല, അന്ന് നല്ല ബാഗുകളൊന്നുമില്ല. അന്ന് സാധാരണ ഒരു ചെറിയ കുടുംബത്തിലുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ബുക്കൊക്കെ ഒരു സഞ്ചി പോലെ സ്ഥലത്ത് വെച്ചിട്ട് ഓടുക. ഗവൺമെൻറ് സ്കൂളാണ്, എല്ലാ പിള്ളേരും എല്ലാ ഇതുകൊണ്ട് അതിനകത്ത് ഈ പറയുന്ന രീതിയിൽ പലതരത്തിലുള്ള പിള്ളേരുണ്ട്. കപ്പമോഷണമുണ്ട്, മാങ്ങേറിയലുണ്ട്, അടിയുണ്ട്, പിടിയുണ്ട്, സമരമുണ്ട്, പാർട്ടിയുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓടി പാർട്ടിയിൽ എന്ന് വെച്ചാൽ അന്ന് സ്കൂളിൽ ഞാൻ മത്സരിച്ചിട്ടുണ്ട്, KSUവിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് സ്കൂളിൽ ചിലപ്പോൾ അടി കിട്ടും, അതൊക്കെ മേടിക്കും, അതൊക്കെ ചെയ്യും. അന്ന് സ്കൂളിൽ മാങ്ങ, പുളി, പേരയ്ക്ക, മുളക് പൊടി തേച്ച്, ഇതൊക്കെയാണ് അന്നത്തെ സ്കൂളിലെ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഇതൊക്കെ സ്കൂളിൽ അന്ന് കിട്ടും. വീട്ടിൽ നമുക്കൊന്നും വേണ്ട. ഉച്ചയ്ക്ക് ലഞ്ചിന് അതേപോലെ 3 കിലോമീറ്റർ ഓടുകയും തിരിച്ചു പോകുകയും, വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നാൽ പുസ്തകങ്ങളെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പാടത്തൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കുറ്റി പോലെ ഉണ്ടാകും, മുള്ള പോലെ. ഇതിലാണ് നമ്മൾ ബോൾ കളിക്കുന്നത്, ഭയങ്കര മണ്ണിൽ കിടന്ന് ഉരുണ്ട് കളിക്കുന്നത്. 6 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ചിലപ്പോൾ തല്ല് കിട്ടുമെങ്കിലും 6 മണി ചിലപ്പോൾ 7 മണിയാവും അവിടെ വരും. ശരിക്കും ആരോഗ്യപരമായ ഒരു ഇതാണ്. അമ്പലത്തിലെ എല്ലാം ഉണ്ട്. അമ്പലത്തിലെ ഈ എല്ലാ പൂജയുള്ള ദിവസങ്ങളിലൊക്കെ അമ്പലത്തിൽ കിടന്നങ്ങ് ഇരുട്ടതാണ്. അന്ന് പാമ്പുണ്ടോ അല്ലെങ്കിൽ വിഷയമുണ്ടോ മണ്ണാണോ ചെളിയാണോ ഒന്നുമില്ല, അത്രയും ഇതായിട്ടാണ്. അന്ന് എനിക്ക് അവിടെ ഇന്നത്തെ കുട്ടികൾക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല, ഏത് തരത്തിലാണെങ്കിലും. ഒരുപക്ഷെ ഗ്രാമങ്ങൾ കാണുമ്പോൾ ഗ്രൗണ്ട് കാണുമ്പോഴൊക്കെ ഞാനിപ്പോൾ ഓർക്കും, മക്കളെയൊക്കെ ഗ്രൗണ്ടിലേക്ക് വിടണം, അവരവിടെ കളിച്ച് വളരണമെന്ന്. ആ ഒരു കാലഘട്ടം മുഴുവനായിട്ടും എൻജോയ് ചെയ്ത ഒരാളാണ് ഞാൻ. എല്ലാ തരത്തിലും നാടൻ ഭക്ഷണങ്ങൾ മാത്രം, നമുക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് അന്നത്തെ കാലത്ത് എല്ലാവർക്കും ഹാപ്പിയാണ്. അങ്ങനത്തെ ഒരു കുട്ടിക്കാലം ഉണ്ടായ ഷാജുചേട്ടൻ എവിടെയാണ്, എന്നാണ് ആക്ടർ ആവണം എന്നുള്ളൊരു മോഹം വന്നത്? ഞാൻ മിമിക്രി ബേസ് ചെയ്തിട്ട് ട്രൂപ്പിൽ വന്നിരിക്കുകയും മിമിക്രിയിൽ നിന്നും പാലക്കാട് ബേസ് ചെയ്ത് ട്രൂപ്പിൽ വന്നു. പാലക്കാട് നിന്ന് കൊച്ചിയിലേക്ക് വന്നു. കൊച്ചിയിലേക്ക് മിമിക്രിയിലേക്ക് പോകുന്നു. അതിനപ്പുറത്തേക്കുള്ള ചിന്ത ഉണ്ടായിരുന്നില്ല. അന്ന് മിമിക്രിയിലുള്ള ഒരു സിനിമയിൽ എടുക്കുന്നു എന്നൊരു സംഭവം വന്നു കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂവിൽ അങ്ങനെ ഞാൻ വന്നതേ ഉള്ളൂ. അതിന് മുമ്പ് വാർദ്ധക്യപുരാണം എന്നൊരു സിനിമയുണ്ട്. ആ സിനിമയിൽ അബിക്ക് ഞാൻ ഡബ് ചെയ്യാൻ വേണ്ടി ചെന്നൈ പോയി.
അപ്പോൾ വോയിസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന അടുത്ത് ഇങ്ങനെ മ്യൂസിക്കായിട്ട് സിനിമ ഇറങ്ങുന്നുണ്ടെന്നും പറയുന്ന പേരിൽ ഞാൻ അങ്ങനെ ആ ഇൻ്റർവ്യൂവിന് പോയിട്ട് പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ പോകുമ്പോൾ ഒരു ജുബ്ബ ഇട്ടിട്ട് പോയത് കംപ്ലീറ്റ് ചുളിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് അന്ന് വന്ന ഒരു മ്യൂസിക് ആർട്ടിസ്റ്റിനോട് പറഞ്ഞു, ഇങ്ങനെ ചുളിഞ്ഞ് ജുബ്ബയൊക്കെ ഇട്ടിട്ടാണോ സിനിമ ഇൻ്റർവ്യൂ വരുന്നത്, ഭയങ്കര മോശമാണ്, ഒരു നല്ല ജുബ്ബ ഒന്ന് അയൺ ചെയ്തിട്ടെങ്കിലും ഇട്ടുകൂടായിരുന്നു എന്ന് വെച്ചാൽ വരുമ്പോൾ നന്നായിട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഉപദേശിച്ചിരുന്നു. അന്ന് ഞാൻ ആ സിനിമയിൽ നായകനായി, പുള്ളി പുറത്ത്. പക്ഷേ ഒരുപക്ഷെ ആ ചുളിവ് ആണ് ഒരുപക്ഷെ എന്നെ അതിലേക്ക് എടുത്തിട്ടുണ്ടാകുക. കാരണം അവർക്ക് ആ അലക്കി തേച്ചത് വേണ്ടായിരുന്നു. പക്ഷെ എനിക്കറിയില്ല, പിന്നെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എന്നോട് പറഞ്ഞു, പുള്ളി കയറുന്നതിന് തൊട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ പോരുന്നു. പക്ഷെ എന്താ ഒരു സെൻസില്ല എന്നൊക്കെ പറഞ്ഞു എന്നോട്. അപ്പൊ അതിലൊന്നും അല്ല, നമ്മള് സിനിമ എന്ന് പറയുന്ന വേറെ ചിന്തയാണ്. അപ്പം മിമിക്രിന്ന് സിനിമയിലേക്ക് വന്ന ഒരാളെന്ന സ്ഥിതിക്ക് ഇപ്പം മിമിക്രി അല്ലെങ്കിൽ സ്റ്റേജ് ഷോ എന്നൊക്കെ പറയുന്ന ഒരു സാധനത്തിന് വേണ്ട രീതിയിൽ അക്നോളജ്മെന്റ് കിട്ടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പം ഇല്ല, ആക്ച്വലി ഇല്ല. ഒരു സ്റ്റേജിൽ നമ്മളൊരാളെ ചിരിപ്പിക്കാൻ വലിയ പാടാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റേജിൽ ഒരു മിമിക്രി ഒരു ഷോ സക്സസ് ആവാൻ വലിയ റിസ്ക്കാണ്. അത് എത്ര വലിയ താരമെന്ന് നിന്നാലും വലിയ പാടാണ്. നമുക്കൊരു വോയിസ് ഇമിറ്റേറ്റ് ചെയ്യാം, ഇപ്പോഴും വോയിസ് ഇമിറ്റേറ്റ് ചെയ്യാം, അതിന് പോലും കൈയടിയുടെ കുറവായി. കാരണം ഒരു ദിവസം സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന പഴയതും പുതിയതുമായ ആയിരക്കണക്കിന് സ്കിറ്റുകളും അതിന് കൂടെ അപ്പോൾ ഒരിക്കലും ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് മുകളിൽ ഒരു വെറൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ്. പക്ഷെ ആ സോഷ്യൽ മീഡിയയിൽ അത് ഹിറ്റായാൽ അവരെ നമ്മൾ സ്റ്റേജിലേക്ക് നാളെ ബുക്ക് ചെയ്യും. സ്റ്റേജിൽ വരുമ്പോൾ ഇതുണ്ടാകും. കാരണം വെച്ചാൽ ഓൾറെഡി അവിടെ കണ്ടു, ആ ഒരു പെർഫെക്ഷൻ ഇവിടെ കാണണം. അപ്പോൾ ഈവൻ നമ്മളൊക്കെ മ്യൂസിക് ആർട്ടിസ്റ്റ് ആണെന്ന് അറിയുന്ന അതുകൊണ്ട് നമുക്ക് പുറത്തു പോകുമ്പോൾ അതിനൊരു സ്വീകരണം ഉണ്ട്. ഇന്നത്തെ ആൾക്ക് സർവേ ചെയ്തൊരു സ്കിറ്റ് സക്സസ് ആക്കണമെങ്കിൽ വലിയ പാടാണ്. ഒരു ബെഞ്ച് മാർക്ക് ഓൾറെഡി ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചേട്ടന് മിമിക്രിന്ന് സിനിമയിലേക്ക് വന്നപ്പം ഉള്ള ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു. ബിക്കോസ് മിമിക്രി എന്ന് പറയുമ്പോൾ ഓബ്വിയസ്ലി വോയിസ് ചാലഞ്ച് ഉണ്ടാവും, നമ്മൾ ഉറക്കെ സംസാരിക്കുക അല്ലെങ്കിൽ ഡ്രമാറ്റിക് ആയിട്ട് ഓവർ ഡ്രമാറ്റിക് ആയിരിക്കണം എന്നൊക്കെ. അതൊക്കെ ഒരു ബേസിക് ചേഞ്ച്. അതല്ലാണ്ടുള്ള ഒരു ചാലഞ്ച് ഇതിലുണ്ടായിരുന്നു. ഞാൻ ഷൂട്ടിംഗ് പോലും കാണാതെയാണ് ഞാൻ ആദ്യ സിനിമ അഭിനയിക്കുന്നത്. ഷൂട്ടിംഗ് കണ്ടിട്ടില്ല. അതിലും ഒരു മിമിക്രി സെറ്റപ്പാണ് ഫസ്റ്റ് സിനിമയ്ക്കകത്ത്. അപ്പം നമ്മൾ മിമിക്രിയിലുള്ള താരങ്ങളെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടുള്ള വേഷമാണ്. മക്കളാണ് KPC ലളിതയുടെയും രാജൻ പി ദേവിൻ്റെയും മകനാണ്. 11 മക്കളുണ്ട്. അപ്പോൾ ഓരോ മക്കളും ഓരോ സ്പെഷ്യലുണ്ട്. ഞാൻ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യുന്നു, വേറെ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യുന്നു, ഒരു പെങ്ങളുണ്ട് ചിപ്പി. അപ്പോൾ അത് ചെയ്യുന്നേ ഉള്ളൂ, അല്ലാതെ നമുക്കൊരു ക്യാരക്ടർ ഇല്ല. ആക്ച്വലി അതിനൊരു മകൻ എന്നുള്ള രീതിയിൽ. അപ്പം നമ്മൾ അന്ന് ടാസ്ക് എന്ന് പറയുന്നത് ഷൂട്ടിംഗ് കാണാതെ, ക്യാമറയുടെ ഫ്രെയിം എന്താണെന്ന് അറിയാതെ, എങ്ങോട്ട് നിൽക്കണമെന്ന് അറിയാതെ, പൊസിഷൻ അറിയാതെ, ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ കുറേ ചീത്തകളൊക്കെ കേട്ടിട്ടുണ്ട്. ആദ്യത്തെ സിനിമയും രണ്ടാമത്തെ സിനിമയും ഒക്കെ ആണ്. ഇപ്പോഴും നമുക്ക് ഒരു ഡയറക്ടർ പെട്ടെന്ന് മുഖമൊന്ന് മാറിയാൽ നമുക്ക് ടെൻഷൻ. നമുക്കിപ്പോൾ വരുമ്പോൾ ക്യാമറയുടെ മുന്നേ വരുമ്പോൾ ഇപ്പോഴും നമുക്ക് ടെൻഷൻ ഉണ്ട്. ഫസ്റ്റ് സീൻ കഴിഞ്ഞ് നമ്മളത് മാറും. പക്ഷെ എന്നാലും കൂടി നമുക്കൊരു വലിയ ഡയലോഗ് വരുമ്പോൾ നമ്മൾ കരുതിയിരിക്കണം. അപ്പോൾ അതിൻ്റെ അതെല്ലാവർക്കും ഉണ്ടാവും, എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഉണ്ടാവും. പക്ഷെ അന്ന് നമുക്ക് കുറേ കൂടെ ടെൻഷൻ കൂടുതലാണ്, കാരണം ഫിലിം ആയതുകൊണ്ട്. അപ്പോൾ ടാസ്ക് എന്ന് പറയുന്നത് അതിൽ നിന്നും കവർ ചെയ്ത് വരാം. ഞങ്ങൾ ആദ്യം 11 പേര്, പിന്നെ അത് കഴിഞ്ഞ് 6 ആള്, 1000 എന്ന് പറയുന്ന സിനിമ, പിന്നെ 4 ആള്, 2 ആള്. ഇതിൽ നിന്ന് ഒരു ഹീറോയിലേക്കുള്ള ദൂരം വളരെ കൂടുതലാണ്. നമ്മൾ താമസിക്കുന്ന സമയത്ത് അന്ന് ഒരു റൂമിൽ 4 പേരാണ്, പിന്നെ 2 പേരായി, പിന്നെ ഒരാളായി. അങ്ങനെ ഒരാളിലേക്കുള്ള നമ്മുടെ കരിയറിലുള്ള കയറ്റമാണ് നമ്മൾ ഓരോന്നായിട്ട് ആളുകൾ കുറയുന്നത്. അപ്പോൾ അത് ആ കാലഘട്ടം ശരിക്കും കഷ്ടപ്പെട്ടിരുന്നു. മാത്രമല്ല എനിക്ക് ഡയലോഗ് ഉണ്ടാകും, ചിലപ്പോൾ ഡയലോഗ് വേറെ ആൾ കട്ട് ചെയ്യും, അയാൾ പറയും ആ ഡയലോഗ് കൊടുക്കണ്ട, ഇയാൾക്ക് കൊടുക്കുക പറയും. അങ്ങനെ വ്യക്തികൾ തമ്മിലുള്ള ഇഷ്ടങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളുണ്ടാകും, അതുണ്ടാകും. അപ്പോൾ അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ സീനിയർ നടന്മാർ പറയും ആ ഡയലോഗ് പുള്ളി പറയേണ്ട കാര്യമില്ല പറയും. ഈഗോ ക്ലാഷുകളുണ്ടാകും. അപ്പോൾ ഒരുപക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയ ഡയലോഗ് പറയുന്ന പുള്ളിക്ക് ഇഷ്ടമല്ലെങ്കിൽ അതില്ല, ഡയറക്ടർ അവർ പറയുന്ന പോലെ ചെയ്യും. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. പിന്നെ പല നടന്മാരുടെ രീതിയിൽ അഭിനയിക്കാൻ പറയുന്ന സമയത്ത് ഒരുപക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അത്രയും വലിയ നടനാണ്, അതുപോലെ അഭിനയിക്കാനുള്ള കാലിബർ ഒന്നും ഉണ്ടാവില്ല, ധൈര്യം ഉണ്ടാവില്ല. അതിൻ്റേതായ പേരിൽ നമ്മൾ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ചില വേഷങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്ത് നമ്മളത് സ്വപ്നം കണ്ട് കാത്തിരിക്കുമ്പോൾ ആ വേഷം വേറെ ആൾക്ക് മാറി എന്ന് പറയുന്ന ഒരുപാട് ടാസ്ക് ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു. ഇന്ന് നമ്മളതൊന്നും കാര്യമാക്കാം. അപ്പോൾ ഈ ഷാജു എന്ന ആക്ടറിനെ ഇപ്പോഴും ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഇപ്പോൾ സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും നമുക്കതിന് ഉണ്ടാകും. നമുക്ക് അതിനുള്ള ആ സപ്പോർട്ടിങ് ക്യാരക്ടറിനകത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്യാന്നുള്ളത് നമുക്കറിയാം, നമ്മളുടെ എക്സ്പീരിയൻസ്. അതെ. അപ്പോൾ വരുന്ന പിന്നെ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും
കൊടുക്കണമെന്നുള്ള ചിന്തയിലായിരിക്കും കാസ്റ്റ്. മറ്റേന്ന് വെച്ചാൽ ഒന്നുമില്ല, അയാളെ വിളിക്കും. ഇപ്പോൾ 4 പേരുണ്ട്, 3 പേരായി, ഇനിയിപ്പോൾ ഒരാളും കൂടെ വേണമല്ലോ, അയാളെ വിളിക്കും. അപ്പോൾ ആ ഒരാളെ തികയ്ക്കുന്ന കാലഘട്ടം മാറി. അപ്പോൾ ഇപ്പോൾ നമ്മൾ തരുമ്പോൾ എന്തെങ്കിലും നല്ലത് തരണമെന്ന് ചിന്തിക്കുന്ന ഒരു ഡയറക്ടേഴ്സിൻ്റെ ഒരു കാലമാണ്. അപ്പോൾ പുതിയ ആൾക്കാർ വരുമ്പോഴും അവർ ചിന്തിക്കുന്നുണ്ടാവും, ചേട്ടനെയൊക്കെ എത്രയോ കാലമായിട്ട് ഞങ്ങൾ കാണുന്ന ആളാണ്. ആ ഒരു പ്രിവിലേജും ആ ഒരു ഇതും നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്, റെസ്പെക്റ്റും കിട്ടുന്നുണ്ട്. അതാണ് നമ്മുടെ ഒരു ഇപ്പോഴത്തുള്ളൊരു സന്തോഷം. അപ്പോൾ ചേട്ടൻ ഈ കോമഡി റോൾസ് ആണ് ഏറ്റവും കൂടുതലും ചെയ്തിരിക്കുന്നത്. ചേട്ടന് ചെയ്യാൻ ഇഷ്ടമുള്ള ക്യാരക്ടർ ചെയ്ത ടൈപ്പാണ്? ചെയ്യാൻ ഇഷ്ടം ഇപ്പം എൻ്റെ മക്കൾക്കും വൈഫിനൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ സീരിയസ് ക്യാരക്ടേഴ്സാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 പടങ്ങൾ വന്നപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. സെൻറ്റിമെൻറ്റ്സും ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള വേഷങ്ങൾ അത് ചെയ്യുമ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ്. അവർ പറഞ്ഞ ഹ്യൂമർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചീറ്റി പോവാം, ചിലപ്പോൾ സക്സസ് ആവാം. അപ്പോൾ അത് അങ്ങനെ പറയുന്നു. പക്ഷെ സിനിമ എപ്പോഴും കാണുന്ന ഹ്യൂമർ ലൈനിലാണ്. ഞാൻ ചെയ്യാത്ത വേഷം എന്ന് പറയുന്നത് വില്ലൻ ചെയ്തിട്ടില്ല. ട്രൂ. അതെൻ്റെ ഒരു ചോദ്യം വരാൻ പോയിരുന്നു. ഒരു വില്ലൻ ക്യാരക്ടർ വന്ന ചേട്ടൻ പിന്നെ 100% ഓക്കെ പറയും. പക്ഷെ എന്താ അറിയോ, അതുപോലൊരു സിനിമയിലേ എടുക്കുള്ളൂ, അല്ലാതെ വെറുതെ ഒരു വില്ലൻ വന്നിട്ട്. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ സ്ക്രിപ്റ്റ് ഫിൽട്ടർ ചെയ്യുമ്പോൾ എന്താണ് ചേട്ടൻ്റെ പ്രോസസ് ഓഫ് ഫിൽട്രേഷൻ? ഇല്ല, അയാളിൽ ഇപ്പോൾ വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളാണ്. അത് ഹീറോയ്ക്ക് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന വില്ലൻ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വില്ലൻ ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഓഡിയൻസിന് ഒരു ഭയം ഉണ്ടാവും. ഇല്ലാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നായകനല്ല ഭയം ഉണ്ടാവില്ല, കാരണം അയാളാണുള്ളത്. പക്ഷെ ആ ഭയം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് നമ്മളുടെ ഭാഗത്ത് നിന്ന് കിട്ടണം. അപ്പോൾ അത് ആ കഥയുമായി കണക്റ്റഡ് ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട. വില്ലന് വേണ്ടി കണ്ണുരുട്ടാനോ അല്ലെങ്കിൽ മറ്റേ പണ്ട് മുടി പുറകോട്ട് ഉണ്ട്, ആ മുടി പുറകോട്ട് ചീവി വയ്ക്കും, കണ്ണിൽ 2 ലെൻസ് വയ്ക്കും, ലെൻസ് വെച്ചിട്ട് പല്ലിൽ ചിലപ്പോൾ വേറെ കളറൊക്കെ വെച്ചിട്ട് അതല്ല വില്ലൻ. വില്ലൻ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ വില്ലൻ എന്താ, അയാളായിരിക്കും ഏറ്റവും വീക്ക് ആയിട്ടുള്ള ബോഡി ഉണ്ടാവുന്ന. മാത്രമല്ല അയാൾക്ക് അയാളുടെ മാനറിസത്തിലോ നടപ്പിലോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ജെന്യൂനാണെന്ന് തോന്നും. അതാണ് വില്ലൻ എന്ന് പറയുന്നത്. ഫേക്കായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു വില്ലൻ. അയാളുടെ ഒരു ഭാഗത്തുള്ള അങ്ങനെ ഒരു പെർഫോമൻസ് ഉണ്ടെങ്കിൽ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ 2026 തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വർഷത്തെ പ്രോജക്ട്സ് ഒക്കെ ഇപ്പോഴേ സെറ്റ് ആയിട്ടുണ്ടോ? ഈ വർഷം ഞാനിപ്പോൾ ഒരു സിനിമ എനിക്ക് ഡേറ്റിൻ്റെ ഒരു ക്ലാഷ് ഉണ്ടെന്ന് മാറി കുറച്ച് അത് അടുത്ത് ചെയ്യാൻ പോകുന്നൊരു രസകരമായിട്ടൊരു ഹ്യൂമർ മിക്സ് ചെയ്തൊരു സബ്ജക്റ്റാണ്. നല്ല രസമുള്ള സബ്ജക്റ്റ്. അപ്പോൾ അത് ത്രൂ ഔട്ടൊരു ക്യാരക്ടർ. അപ്പോൾ അത് മാർച്ച് 10-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ചെയ്യുന്നത് ഷായ് കബീർ, കിരൺ ദാസ് ഡയറക്ട് ചെയ്യുന്ന ഷായ് കബീർ സ്ക്രിപ്റ്റിൻ്റെ കുഞ്ചാക്കോ ബോബൻ പടമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ അതിൻ്റെ കൂടെ ഇപ്പോൾ റിലീസാവാനുള്ള പടം ഭീഷ്മർ എന്ന് പറഞ്ഞ പടം, ഈസ്റ്റ് വെസ്റ്റ്, അതുകൊണ്ട് പിന്നെ 2-3 പടങ്ങൾ റിലീസാവണം. കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് ഒരു മാർച്ച് ഏപ്രിൽ വരെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും കാണുമ്പോൾ അടുത്ത പടത്തിൽ നമുക്ക് ചെയ്യണമെന്ന് പറയുന്ന ഒരു സ്ഥിരമായി പറയുന്നതുകൊണ്ട് നമ്മളിപ്പോഴും വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ സിനിമകളൊക്കെ കാണുന്നവർക്ക് ചിലപ്പോൾ കണക്കൂട്ടലുണ്ടായി ഒരു ക്യാരക്ടറിന് വെച്ചാൽ നന്നാവാന്ന്. അപ്പോൾ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന അവരുടെ മനസ്സിൽ തോന്നാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഓക്കെ. അപ്പോൾ ഈ വർഷത്തെ ഇനി വരാൻ പോകുന്നതും ഇനി അടുത്ത വർഷത്തെ ഒക്കെ സിനിമാസ് ചേട്ടനെ എന്ത് ക്യാരക്ടർ ആണെങ്കിലും ഒരു ഹീറോ ആയിട്ട് പുറത്ത് കാണിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ഓൾ യുവർ ഫ്യൂച്ചർ എൻഡിവേഴ്സ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു.